ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സായനത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്തവ എഴുത്തുപുരയിലൂടെയും ക്രിസ്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂത്ത് മിനിസ്ട്രി അതേപോലെ തന്നെ ഹെവൻലി ഹാബ്സിലൂടെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഫേസ് ടു ഫേസ് എന്ന ഈ ടോക്ക് ഷോയിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഫേസ് ടു ഫേസ് എന്ന വാക്കിൽ ആ ഒരു പദപ്രയോഗത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തെ സഭ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് ഒന്ന് വചനത്തിൽ വേരൂന്നിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ, അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുവാൻ, വചനം എന്താണ് നമ്മളോട് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും നമ്മൾ തെറ്റി ഒലിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തനം ചെയ്യാനൊക്കെ ആണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സഭ അഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങളുണ്ട്. സഭയ്ക്കുള്ളിൽ കടന്നു വരുന്ന വിശ്വാസികൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്ഥിതികൾ മനസ്സിലാക്കാൻ കഴിയാത്ത അനേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പ്രഗത്ഭരായ ദൈവത്താൽ അധികമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേൾക്കുവാൻ തക്ക രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ വിശ്വാസികളല്ലാത്ത, പെന്തിക്കോസ് അനുഭവത്തിലല്ലാത്ത ആളുകൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാരംഭമായി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. പെന്തിക്കോസ് എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനം. ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനസമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്നത് വചനം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗൈഡൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം 3 വിഷയങ്ങൾ ചിന്തിക്കുവാനായി, അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി വചനത്തിൽ നിന്ന് നമുക്ക് പങ്കിട്ട് നൽകുവാനായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത് കേരളത്തിൽ വളരെ അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസൻ, താനൊരു എഴുത്തുകാരനും കൺവെൻഷൻ പ്രാസംഗികൻ, അതുപോലെ തന്നെ അനേക കൃതികളും പുസ്തകങ്ങളും എഴുതിയ എഴുത്തുകാരൻ, വേദ അധ്യാപകൻ എന്നൊക്കെ നിലയിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയദാസൻ പാസ്റ്റർ ജെയ്സ് പാണ്ടനാടാണ്. പാസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടും വളരെ ആദരവോടും കൂടി ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ, നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിഹത്യോ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലല്ല. മറിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് സമൂഹത്തിൽ പലപ്പോഴും നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ പ്രായമുള്ള ദൈവദാസന്മാർ നമുക്ക് വേണ്ടിയിട്ട് വചനം പറയുമ്പോൾ, അവർ പണ്ട് കാലങ്ങളിൽ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തലമുറയെ വിരൽ ചൂണ്ടി അവർ പലപ്പോഴും സംസാരിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ഈ തലമുറയിൽ നമുക്ക് കാണാറുണ്ട്. ഇവർ പഴഞ്ചനാണ്, അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറയുന്നു, ഇവരിങ്ങനെ വാദിക്കുന്നു എന്നൊക്കെ ഉള്ള നിലവാരത്തിൽ പലപ്പോഴും അവർ അതങ്ങനെ വാദിച്ച് അതിനെ പിന്തള്ളിക്കളയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളോടായിരിക്കുന്ന പാസ്റ്റർ ഈ തലമുറ, അല്ലെങ്കിൽ പഴയ തലമുറയും ഈ തലമുറയുടെ മധ്യത്തിൽ അല്ലെങ്കിൽ അതിനിടയിലുള്ളൊരു കാലഘട്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ കുറെ കൂടെ ആധികാരികമായ വിഷയത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇനി നമുക്കുള്ള തലമുറയ്ക്ക് വചനപ്രകാരം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 3 വിഷയങ്ങൾ മേലെ നിശ്ചയമായും അതിൻ്റെ കാര്യങ്ങൾ പറയുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രഥമമായി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്കറിയാം വചനത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിൽ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും അധികം സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികമായി പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് വർഷിപ്പ് എന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ വർഷിപ്പ് ലീഡർ എന്നൊരു തസ്തിക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ, അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷനായി, അല്ലെങ്കിൽ അതൊരു ഏതൊരു പെർഫോമൻസ് ലെവലിലേക്ക് മാറ്റപ്പെട്ടു എന്ന് പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ട് ഒത്തിരി ദൈവദാസന്മാർ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയും ഇതിനെക്കുറിച്ച് വളരെ
ശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും കയറി നിൽക്കുന്നതിന് മുമ്പ് വേണ്ടുന്നതായ ഒരു ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ഒരു വിശുദ്ധിയും വേർപാടും ഇല്ലാതെ തോന്നും വണ്ണം ജീവിച്ച് തോന്നും വണ്ണം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വസ്ത്രധാരണത്തിലാണെങ്കിലും ഭാഷയിലാണെങ്കിലും മറ്റെല്ലാ വിധത്തിലും വേണ്ടുന്ന വിശുദ്ധി കാത്തുകൊള്ളാതെ സഭകൾ കയറി നിന്ന് പാട്ടുകൾ പാടുന്നത് ഒരു പെർഫോമറായി തീരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പല ദൈവദാസന്മാരും വലിയ ശുശ്രൂഷകൾക്ക് നടുവിൽ വിമർശിച്ചതായി നമുക്ക് കേൾക്കാൻ കാരണമുണ്ട്. അപ്പോൾ ഈ ഒരു തലത്തിൽ ഇങ്ങനെ എന്താണ് ഈ ഒരു വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന നയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഈ യുവതലമുറയോട് അല്ലെങ്കിൽ ഇപ്പോൾ, കാരണം ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും ഇതിനെ ഒരു വിമർശന ദൃഷ്ടികളോടുകൂടി കാണും. അപ്പൊ നമ്മൾ ആരെയും വിമർശിക്കുക എന്നല്ല നമ്മുടെ ഉദ്ദേശം. പക്ഷെ എന്നാൽ വചനം എന്താണ് ഈ ഒരു വിഷയത്തിൽ അനുശാസിക്കുന്നത്? കാരണം നമുക്കറിയാം കർത്താവിനെ ആരാധിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് വചനത്തിലൂടെ നമുക്ക് അതിനെ കുറച്ചും കൂടെ പറയാൻ കഴിയുന്നത്? ക്രൈസ്തവ സമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്തരുടെ ഇടയിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല വാക്കുകളിലൊന്നാണ് ആരാധന. ബൈബിള് എന്താണോ നിർവചിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന, അത് അധ്യാപനത്തിലൂടെ പ്രസംഗത്തിലൂടെയൊക്കെ അവിടെ ഉള്ളിൽ കയറിയതാണ്. ആരാധന, പ്രാർത്ഥന, വിശ്വാസം, പോരാട്ടം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ച് ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹം, ബ്ലെസ്സിങ് എന്നുള്ള വാക്ക്, ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. വർഷിപ്പിനെ കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായ ധാരണയുണ്ട്. കാരണം നമുക്ക് പുതിയ നിയമ ദൈവശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് ആരാധന. പക്ഷെ നമ്മുടെ ഇടയിൽ പലപ്പോഴും പറയുന്നത് നമുക്ക് എഴുന്നേക്കാം, ശരിക്കൊന്ന് ആരാധിക്കാം, ആരാധന ഒത്തില്ല, ഇന്ന് നല്ല ആരാധനയായിരുന്നു, അവരെ ശരിക്കും ആരാധിപ്പിച്ചു, ഇന്നത്തെ ആരാധന പോരായിരുന്നു, ഇതുവരെ നമ്മൾ പാട്ട് പാടുമായിരുന്നു, ഇനി നമുക്ക് ആരാധിക്കാം, ഇതുവരെ കൊയറ് പാടുകയായിരുന്നു, ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് ആരാധിക്കാം. നമ്മുടെ കയ്യിൽ സ്ഥിരവഹിക്കുന്ന പ്രയോഗങ്ങളാണ്. അവിടേക്ക് എന്താണ് ആരാധന എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട വസ്തുത. പാട്ട് ആരാധനയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആരാധന ഞായറാഴ്ച മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞായറാഴ്ചത്തെ സഭായോഗത്തെ ആരാധനയ്ക്ക് പോകുക എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എന്താണ് ബൈബിൾ നിർവചിക്കുന്ന ആരാധന? ഞാനതിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോകുന്നില്ല, പുതിയ ആരാധനയെക്കുറിച്ച് പറയാം. റോമാലേഖനം 12-ാം അധ്യായത്തിലാണ് 1-ാം വാക്യത്തിലാണ് 1-2 വാക്യങ്ങളിലാണ് ഇതിൻ്റെ വിശദീകരണം കൊണ്ട് നടക്കുന്നത്. ബുദ്ധിയുള്ള ആരാധന, റീസണബിൾ സർവീസ്, റൈറ്റ് വർഷിപ്പ്, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധന, സ്പിരിച്വൽ വർഷിപ്പ്, ലിവിങ് സാക്രിഫൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാധന എന്താണ്? ആ ആരാധന താഴെ 2-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം, മനസ്സുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവഹിതം അനുസരിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുന്നതിനെയാണ് ആരാധന. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധനയെ നിർവചിക്കണമെങ്കിൽ 6, 7, 8 അധ്യായങ്ങൾ നന്നായി നിർവചിക്കേണ്ടത് ആവശ്യമാണ്, വ്യാഖ്യാനിക്കണം. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി സമർപ്പിക്കാതെ നിങ്ങളുടെ അവയവങ്ങളെ, ശരീരത്തെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിപ്പീൻ. അപ്പോൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിന്തകളെയും മനസ്സുകളെയും മനനവ്യാപാരങ്ങളെയും വിചാരമണ്ഡലത്തെയും ശരീരത്തെയും എല്ലാം ദൈവഹിതപ്രകാരം സമർപ്പിച്ച് ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം അനുസരിച്ച് നടക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. അടുത്തിടെ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഒരാളോട് ചോദിക്കുകയാണ്,
നിങ്ങളുടെ ആരാധന എപ്പോഴാണ് അവസാനിക്കുന്നത്? അപ്പം അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ അസംബ്ലി 12:30 അവസാനിക്കും, ആരാധന അത് കഴിഞ്ഞ് ആരംഭിക്കും. അദ്ദേഹം ഉദ്ദേശിച്ചത് ഞായറാഴ്ച 10 മണി മുതൽ 12:30 വരെ നടക്കുന്ന അസംബ്ലിയാണ്. അതിനുശേഷം ആശീർവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പിന്നീടാണ് ആരാധന എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഞായറാഴ്ച അസംബ്ലിയാണ്, പാട്ട് സ്തുതി വേറെ, ആരാധന വേറെ, കൂട്ടായ്മ വേറെ, സഭായോഗം വേറെ, ഇതെല്ലാം വ്യത്യസ്തമാണ്. സ്തുതി വേറെയാണ്, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നാം ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന വേറെയാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കുള്ള കൃതജ്ഞതയാണ് സ്തുതി എന്ന് പറയുന്നത്. അതിനുള്ള നന്ദി പ്രകടനമാണ്. സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവം ചെയ്ത ഉപകാരങ്ങളാണ്. പക്ഷെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവത്തുള്ള സ്നേഹമാണ്. ദൈവം ആരാണെന്നറിഞ്ഞാണ്, ദൈവം എന്നറിഞ്ഞാണ് ആരാധിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവരോടാണ് ആരാധന. ആരോടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം, അവരോടാണ് നമുക്ക് ആരാധന വരുന്നത്. എല്ലാറ്റിനും അധികമായി സർവാംഗമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റൂ. പാടാൻ അറിയുന്നവർക്ക് പാടാൻ പറ്റും, പക്ഷെ ആരാധിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഞായറാഴ്ച അസംബ്ലിയാണ്. വാസ്തവത്തിൽ തിങ്കൾ മുതൽ ശനി വരെ ഇൻഡിവിജ്വൽ വർഷിപ്പും, ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അർത്ഥത്തിലാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ വെള്ളിയാഴ്ച, ഞായറാഴ്ച സോഷ്യൽ വർഷിപ്പുമാണ്. തിങ്കൾ മുതൽ ശനി വരെ വ്യക്തിപരമായ ജീവിതത്തിന് ആരാധനയുണ്ട്. അത് നമ്മുടെ ദൈവഹിതപ്രകാരം വചന വെളിച്ചത്തിൽ ദൈവത്തോടൊപ്പം നടക്കുന്നതിനെ കുറിച്ചാണ്. വർഷിപ്പ് എന്ന് പറയുന്നത് ലിവിങ് സാക്രിഫൈസ് ആണ്. ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, ചിന്തകളെ സമർപ്പിച്ച്, ആലോചനകളെ സമർപ്പിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിനെയാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തായി 1 മണിക്കൂർ 1.5 മണിക്കൂറത്തുള്ള ഈ കീബോർഡ് റിതം ഓഫ് ആകുമ്പോൾ അവസാനിക്കുന്ന ആരാധനയുണ്ടല്ലോ, അങ്ങനെ മൈതാനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടറാത്മികതയല്ല ഇന്നത്തെ ഹൈടെക് ആരാധന എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഒരു വർഷിപ്പിൽ വലിയ എംഫസിസ് വന്ന് മിഷൻ പോലും സഭയ്ക്ക് പുറത്തായിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം നമ്മൾ അതിനെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പാർട്ടി ലീഡേഴ്സ് ഉണ്ട്, പക്ഷെ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു 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 ഓഫീസ് ബൈബിളിൽ നിർവചിച്ചിട്ടില്ല ന്യൂ ടെസ്റ്റ്മെന്റിൽ. കാരണം കൃപാവരങ്ങളെക്കുറിച്ചും ഓഫീസുകളെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 5 ഫോൾഡ് മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ നിർവചിച്ചിട്ടുള്ള കൃപാവരങ്ങളിലോ അതുപോലെ 5 വിധ ശുശ്രൂഷകളിലോ ഒന്നും ഡിഫൈൻ ചെയ്യാത്തൊരു മിനിസ്ട്രിയാണ് ഈ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്നത്. ഇപ്പം ദാവീദിന്റെ കാലഘട്ടത്തിലും ആസാഫിന്റെ കാലഘട്ടങ്ങളിലും 2 ദിനവൃത്താന്ത പുസ്തകത്തിലും നെഹമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിലും ഒക്കെ ഈ ലീഡേഴ്സ് ഓഫ് സിംഗേഴ്സ് എന്ന് പറയുന്നുണ്ട്. പാട്ടുകാരുടെ തലവനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദാവീദിന്റെ കാലഘട്ടത്തിലാണ് താളമേളങ്ങളോടുകൂടി, ശക്തമായി വാദ്യമേളങ്ങളോടുകൂടി ഇങ്ങനെയുള്ള പാട്ടും ആരാധനകളും ഒക്കെ ശക്തിപ്പെട്ടത്. അപ്പോൾ ദാവീദിന്റെ ആസാഫിന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനെ കോർ മാസ്റ്ററെ കുറിച്ച് പറയുന്നുണ്ട്, പാട്ട് നയിക്കുന്ന ഗായക സംഘത്തിന്റെ തലവനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആരാധന നയിച്ച വ്യക്തിയല്ലായിരുന്നു. എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ വ്യക്തമായി അതിന്റെ 14-15 വാക്യങ്ങൾ പറയുന്നുണ്ട്, നിത്യാത്മാവിനാൽ ദൈവത്തിന്റെ മുൻപിൽ തന്നെത്താൻ അർപ്പിച്ച എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കൽ സ്വയം, പിതാവിന്റെ മുമ്പിൽ സ്വയം ആത്മാവിനാൽ അർപ്പിക്കുന്നതാണ് ആരാധന. ആരാധനയെ നയിക്കുന്ന വർഷിപ്പ് ലീഡർ അല്ല, ഹോളി സ്പിരിറ്റാണ്. ഇൻഡിവിജ്വലാണ് ആരാധന. എൻ്റെ ആരാധന ഇൻഡിവിജ്വലാണ്, ദേവദാസന്റെ ആരാധന വ്യക്തിപരമാണ് താങ്കളെ സംബന്ധിച്ച്. ആ ആരാധനയെ ബാഹ്യമായ പുറത്തുനിന്നൊരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ പിതാവിന് മുമ്പിൽ ഞാൻ സ്വയം അർപ്പിക്കുന്നു. കുരിശിലെ യാഗമാണ് ആരാധനയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. എഫെസ്യർ 5:1 പറയുന്നുണ്ട്, സൗരഭ്യ യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ യാഗം പിതാവിന്റെ അടുക്കൽ തന്നെത്താൻ ആത്മാവിൽ അർപ്പിക്കുകയായിരുന്നു കുരിശിൽ നടന്നത്. അതുതന്നെയാണ് പിതാവിന്റെ മുമ്പിൽ തന്നെത്താൻ ആത്മാവിൽ അർപ്പിക്കുകയാണ്. എന്നെ ആരാധനയിലേക്ക് നയിക്കുന്നത്, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ എന്നെ നയിക്കുന്ന ഹോളി സ്പിരിറ്റ് ആണ്. അപ്പൊ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൊയർ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുന്നു, ജനപങ്കാളിത്തമില്ല. അത് പണ്ടാണ് തമ്പാറടിക്കുകയും ഇങ്ങനെ കൈയടിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തിന് പോലും പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ പങ്കാളിത്തമില്ലാത്തൊരു സാഹചര്യമാണ്. 2, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതിനോട് കാണിക്കുന്ന ഒരു കരിയർ സമീപനം പാടില്ല. ഇത് നമുക്കൊരു കരിയറിസത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ, ശാസ്ത്രമുള്ള വികസിച്ചൊരു കാലഘട്ടത്തിൽ, പോസ്റ്റ് മോഡേണിസത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലായിടത്തും വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ. അത് വർഷിപ്പിനെയും തിയോളജിയെയും ലിറ്ററജിയെയും
ഉപദേശത്തെ എല്ലാം അത് ബാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കരിയർ സമീപനം. ഞാനിപ്പോൾ നാട്ടിൽ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മളെ വേദനിപ്പിച്ചൊരു വസ്തുത, ഈ പാട്ടും വർഷിപ്പൊക്കെ കഴിഞ്ഞ് ഇവർ സ്റ്റേജിൽ അങ്ങ് പോവുകയാണ്. പണ്ടൊക്കെയാണ് സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിന് വാക്യം വായിച്ചു കൊടുക്കും, ബൈബിൾ വായിച്ചു കൊടുക്കും, ഈ പ്രസംഗം അവർ ശ്രദ്ധിക്കും. ഈ യോഗത്തിൻ്റെ മുഴുവൻ സമയവും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളായിരുന്നു. പലപ്പോഴും സ്റ്റേജിൽ ആൾ കാണത്തേ ഇല്ല. ചിലവർ അവരുടെ പാട്ട് കഴിഞ്ഞ ഉടനെ ബാഗ് കൊടുത്തുകൊണ്ട് അവർ അടുത്ത വണ്ടിക്ക് അങ്ങ് പോകുന്ന ഒരു കരിയർ സമീപനം പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പം ഇതിനോടൊരു ഡെഡിക്കേഷൻ ആവശ്യമാണ്. ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്, ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, ഇതിന് അഭിഷിക്തമായ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മാറിയ ഒരു സമൂഹത്തിൽ ഇവിടെ പാടുന്നവർ മറ്റ് കച്ചേരികൾക്ക് പാടാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. കച്ചേരികൾക്ക് പോകുന്നു, ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു, മറ്റു സ്ഥലങ്ങളിൽ പാടാൻ പോകുന്നു. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഭൂതങ്ങളുടെ മേശയിലും കർത്താവിൻ്റെ മേശയിലും ഒരുപോലെ എങ്ങനെയാണ് നമുക്ക് പങ്കാളികളാകാൻ പറ്റുന്നത്? അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന പോലെ സെലിബ്രിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇതിന് ആത്മീയ ശുശ്രൂഷയാണ്, മറ്റ് വേദികളല്ല. മറ്റ് നമ്മുടെ ഈ കോമഡി ഷോ നടക്കുന്ന അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ പാട്ട് മത്സരം നടക്കുന്ന വേദി പോലല്ല. സുവിശേഷ പ്രസംഗം നടക്കുന്ന, ആത്മീയങ്ങൾ നടക്കുന്ന വേദി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രസംഗകരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും ഈ മ്യൂസീഷ്യനാണെങ്കിലും സംഗീതജ്ഞരാണെങ്കിലും ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും അതിനെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനൊരു തസ്തിക നിർവചിച്ചിട്ടില്ല. ഇപ്പം പ്രസംഗരുടെ കൂടെ അവരുടെയും ഫോട്ടോ വെക്കും, അതിലും നമുക്ക് യാതൊരു വിമർശനമില്ല. അവർക്ക് വലിയ തരത്തിലുള്ള, കാരണം ഇപ്പം ആര് പ്രസംഗിക്കാൻ വരുന്നു ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഏത് സെലിബ്രിറ്റിയാണ് പാടാൻ വരുന്നത്, വർഷിപ്പ് ലീഡർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അവരെ വിമർശിക്കുകയല്ല. കാരണം ഈ പാട്ടുകാരും പ്രസംഗരും തമ്മിലൊരു ആത്മബന്ധമുണ്ട്. പാട്ടുകാരും പ്രസംഗരും തമ്മിൽ ആത്മബന്ധമുണ്ട്. ഈ പാട്ടുകാരും വർഷിപ്പ് ഈ പാട്ട് ലീഡ് ചെയ്യുന്നവരും കൊയർ മാസ്റ്റർമാരും കേരളത്തിലെ നാട്ടിലെ സംഗീതജ്ഞരുമായിട്ടെല്ലാം ഞങ്ങൾക്കൊരു അടുപ്പമുണ്ട്. കാരണം എല്ലാ വീതികളിലും നിരന്തരമായി ഇവരെ കാണുകയും ബന്ധപ്പെട്ടു പോകുന്നൊരു ആത്മീയ, ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് അവർ. ഞങ്ങൾ അവരോടും സ്നേഹം കാണിക്കുന്നവരാണ് എന്ന് ഞാനതിൻ്റെ ദൈവശാസ്ത്രപരമായ വീക്ഷണമാണ് പറഞ്ഞത്. അപ്പോൾ ആര് പാടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പക്ഷെ പാട്ടിന്, നമ്മുടെ ശുശ്രൂഷയിലെ പാട്ടിന്, വർഷിപ്പിന്, സംഗീതത്തിന്, ഇതിനെല്ലാം നമ്മുടെ വലിയ പ്രധാന ഘടകം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് മലയാളി പെന്തക്കോസ്തരായ നമുക്ക് അങ്ങനെ ഒരു പാട്ട് സാഹിത്യത്തിൻ്റെ ഒരു ഇതുണ്ട്. സൈമൺ സാറിൻ്റെയും എം എ ചെറിയ സാറിൻ്റെയും CS മാത്യുവിൻ്റെയും വേട്ടമല ഉപദേശിയുടെയും മോശവത്സലത്തിൻ്റെയും JV പീറ്ററിൻ്റെയൊക്കെ എല്ലാം ഈ വലിയൊരു പാട്ട് സാഹിത്യത്തിൻ്റെ, ഒരു കീർത്തന സാഹിത്യത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്കുള്ളത് കൊണ്ട് പാട്ട് നമ്മുടെ അനിവാര്യമായ ഘടകം തന്നെയാണ്. പക്ഷേ അത് വർഷിപ്പ്, ബൈബിൾ അവതരിപ്പിക്കുന്ന ആരാധനയുടെ ദൈവശാസ്ത്രം എന്താണെന്ന് മനസ്സിലാകാതെ അത് വ്യക്തിപരമാണെന്നും അത് അവർ തങ്ങളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നതാണെന്നും അത് ലിവിങ് സാക്രിഫൈസ് ആണെന്നും റീസണബിൾ സർവീസ് എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരം ആത്മ നടത്തിപ്പ് അനുസരിച്ച് ദൈവജന വെളിച്ചത്തിൽ ദൈവപ്രകാരം ജീവിക്കുന്നതിനെയാണ് ആരാധന എന്നുള്ള നിർവചനത്തിൽ നിന്ന് തെന്നി മാറി 1.5 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ ആലയത്തിനകത്ത് നടക്കുന്ന ഒരു പ്രകടനമായി ഇതിനെ വെട്ടിച്ചുരുക്കുന്നതിനെയാണ് നമ്മൾ വിമർശന വിധേയമാക്കുന്നത്. അത് പാടില്ല. പിന്നെ രണ്ടാമത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ച വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ശുശ്രൂഷയുടെയും മൊറാലിറ്റി ഒരു ഘടകമാണ്. അത് പ്രസംഗമാകട്ടെ, പ്രവാചകനാകട്ടെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പ്രവാചകനാകട്ടെ, ഏത് ശുശ്രൂഷയിലും അതിൻ്റെ മൊറാലിറ്റി ഒരു ഘടകമാണ്. ഇത് പാട്ട് ശുശ്രൂഷയും അങ്ങനെ തന്നെയാണ്. അപ്പം വസ്ത്രധാരണം, ഇപ്പം തീമോഥെയോസ് ലേഖനത്തിൽ പറയുന്ന പോലെ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നെങ്കിലും യോഗ്യമായ വസ്ത്രം, പ്രോപ്പർ ക്ലോത്തിങ്. അപ്പം യോഗ്യമായ വസ്ത്രവും മാന്യമായ വസ്ത്രധാരണം, പെരുമാറ്റം, അവരുടെ ബിഹേവ്, അവരുടെ മൊറാലിറ്റി, ക്യാരക്ടർ, ഇതിന് പ്രധാനപ്പെട്ട ഘടകമാണ്. വേറൊരു കച്ചേരി പങ്കെടുക്കുന്ന പോലല്ല, വേറെ ശുശ്രൂഷ ചെയ്യുന്ന പോലെയല്ല ആത്മീയ ശുശ്രൂഷ. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഞാനും സുവിശേഷം ഒന്നാണ്. എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇതെൻ്റെ അനുഭവമാണ്. ഈ സുവിശേഷം അനുഭവവേദ്യമാണ്, എൻ്റെ സുവിശേഷമാണ്. അത് പാട്ടും പ്രസംഗവും പാട്ട് ശുശ്രൂഷയും എല്ലാം ഇതിനൊരു മിനിസ്ട്രിയായി, ഇതിനെ ദൈവത്തിൻ്റെ ശുശ്രൂഷയായി കണ്ടുകൊണ്ട് ഇതൊരു പ്രൊഫഷനായി കാണാതെ, ഇതിനൊരു കരിയർ സമീപനം ഉണ്ടാകാതെ, വേഗത്തിൽ കോഴ്ഷീറ്റ് അനുസരിച്ച് പാടി ഒപ്പിച്ചു പോകുന്ന ഒരു കരിയർ സമീപനം കാണാതെ, ഇത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പാട്ടുകാർ,
ദൈവം പറയുന്ന പാട്ട്, അതെ, ദൈവം പറയുന്ന പാട്ട് പാടുന്ന ദൈവത്തിന്റെ പാട്ടുകാരായിരിക്കണം. പാട്ടുകളെ കുറിച്ച് തന്നെ വേറൊരു ടോക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ പാട്ട് ലിറിക്സ്, പാട്ടിന്റെ സാഹിത്യം, അതിന്റെ വൃത്തം, പാട്ടിൽ കവിത, ഇപ്പോഴത്തെ പാട്ടുകളും പഴയ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം, അത് തന്നെ വേറൊരു വിഷയമാണ്. അപ്പം ദൈവശാസ്ത്രത്തെ പോലും അട്ടിമറിക്കുന്ന പാട്ടുകളാണ് ഈ പുതിയ പാട്ടുകൾ എന്ന് പറയുന്നത്. താളക്കൊഴുപ്പും കാരണം സങ്കീർത്തനം തന്നെ പറയുന്നത് പിന്നെ പാട്ട് പാടുന്നവര് മുമ്പിൽ നടന്നു, പിന്നെ തപ്പ് കൊട്ടുന്നവര് വീണക്കാരൊക്കെ പുറകെ നടന്നു. പാട്ടാ മുമ്പിൽ, ഇപ്പൊ ഋതമാണ് മുമ്പിൽ. അതെ, സങ്കീർത്തനം പറയുന്നത് അങ്ങനെയാണ്. തപ്പ് കൊട്ടുന്നവര് വീണക്കാരെല്ലാം പുറകില്ല. പാട്ട്, പണ്ടത്തെ പാട്ടുകൾ അങ്ങനെ, പാട്ടാണ് മുമ്പിൽ. പഴയ പാട്ടുകളൊക്കെ നമുക്ക് എഴുതിയെടുക്കാമായിരുന്നു. അപ്പം സിനിമാ പാട്ടും അങ്ങനെയാണ്, പഴയ പാട്ടുകൾ നമുക്ക് എഴുതിയെടുക്കാമായിരുന്നു. ഇപ്പം ഋതം, ബഹളമാണ്, അതാണ് മുമ്പിൽ. പാട്ട് കേൾക്കാനേ പറ്റുന്നില്ല. അപ്പോൾ പാട്ടില്ല, പാട്ടിൽ കവിതയില്ല, ഭാഷയില്ല, ദൈവശാസ്ത്രം പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആരാധന, അതാണല്ലോ നമ്മുടെ പോയിന്റ്. ആരാധന, പുതിയമേ ആരാധന എന്ന് പറയുന്നത് റോമാലേഖനം 12:13 അധ്യായം തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന അധ്യായം. ബന്ധങ്ങളുടെ ഒരു ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ. 12-ാം അധ്യായത്തിൽ നാം ദൈവമായിട്ടുള്ള ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, നമുക്ക് വിശ്വാസികളുള്ള ബന്ധം, ശത്രുവിനുള്ള നമ്മുടെ ബന്ധം. 13-ാം അധ്യായം മൊത്തം ഭരണകൂടത്തോടും പൊതുസമൂഹത്തോടും സിവിൽ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പൊ റിലേഷൻഷിപ്പാണ് ആരാധന എന്ന് പോലും പിന്നെ വിശദീകരിക്കേണ്ടതായിട്ട് വരും. ദൈവമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, മൗലികമായ യുണീക്ക് റിലേഷൻഷിപ്പ്, മൗലികമായ ബന്ധം, അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം ഇന്ന് ശരിക്കും ആരാധിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നൊക്കെ പറയുന്ന ആ ഞായറാഴ്ചത്തെ മാത്രം 2.25 മണിക്കൂറത്തേക്ക് വെട്ടിച്ചുരുക്കുന്ന ആരാധനയല്ല. ജീവിതം മുഴുവനായി ദൈവങ്ങളിൽ സമർപ്പിച്ച് ദൈവ മഹത്വത്തിനായി ദൈവപ്രകാരം നടക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. അത് റോമാലേഖനം 12 പറയുന്നത്. അത് 6-7-8 അധ്യായങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവയവങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും മനന വ്യാപാരങ്ങളെയും വിചാരമണ്ഡലങ്ങളെയെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതത്തെ ആരാധന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായി തന്നെ ദേവദാസൻ പറഞ്ഞു. അപ്പോൾ ഈ ആരാധന എന്നത് നമ്മൾ സദാസമയം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവം നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തുന്ന ഒരു അനുഭവം എന്ന് നമുക്ക് ദേവദാസനിലൂടെ കേൾക്കാനിടയായി. നമ്മൾ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ തിരികെ വരുന്നു. അതിനിടയ്ക്ക് അതൊരു പാട്ട് അതിനകത്തൊരു ഭാഗം തന്നെയാണ്. ഈ ആത്മനിറവിൻ ജീവിതത്തിന്റെ ഭാഗം ഈ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പറയുന്നുള്ളൂ. ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പ്രൈസ് ചെയ്യുന്നത് പാട്ട് ഹൃദയത്തിൽ പാടുക അവിടെ പറയാം. അതിന്റെ ഏറ്റവും ആദ്യത്തെ പദമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ആത്മാവിൽ നിറഞ്ഞ്. അപ്പൊ ഈ ആത്മാവിന്റെ നിറവില്ലാത്ത ഒരു അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതായത് ഇത് നേരത്തെ കൂട്ടി തന്നെ എടുത്ത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറച്ച് പാട്ടുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അത് അവിടെ നിന്ന് പാടി ഒരു പെർഫോമൻസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇനി വരുന്ന തലമുറയും കണ്ടുപഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടുപഠിക്കുന്നത് ഇങ്ങനെയാണ്. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാട്ടുകൾ, അതിന്റെ സ്കെയിലിനനുസരിച്ചുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ ഒരു ഋതത്തിൽ നിന്ന് അടുത്ത ഋതത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ പാടി ജനത്തെ ഒരു വലിയ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ പാസ്റ്റർ, ഇതിൻ്റെ അകത്ത് എൻ്റെ ചോദ്യം വീണ്ടും അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതായത് ഈ പറയപ്പെട്ട, അതായത് ഈ നമുക്ക് ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ വചനത്തിൽ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു ഡെസിഗ്നേഷൻ ഇല്ല, ഒരു വർഷിപ്പ് ലീഡർ എന്നുള്ള ഡെസിഗ്നേഷൻ ഇല്ല. എന്നാലും നമ്മുടെ സഭകളിൽ എല്ലാ പ്രമുഖ സഭകളിലും എല്ലാ കൂട്ടായ്മകളിലും എല്ലാ കൺവെൻഷനുകളിലും പ്രത്യേകമായി ഇങ്ങനെയുള്ള വർഷിപ്പ് ലീഡേഴ്സിനെ വിളിക്കുകയും നമ്മൾ പലപ്പോഴും കാണുന്നു. വർഷിപ്പ് ലീഡിങ് കഴിഞ്ഞിട്ട് ഒരു വാദ്യോപകരണം വെച്ചുള്ളൊരു പ്രകടനമുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അതിങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിച്ചു, കാരണം മീഡിയയായി നിൽക്കുന്നത് കൊണ്ട് ഞാനത് കാണുകയും ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വാദ്യ ഉപകരണം വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെ. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ രീതിയിൽ കൈകൊട്ടുന്നതും അല്ലെങ്കിൽ ആളുകൾ ആത്മനിറവിലേക്ക് മാറ്റപ്പെടുന്നതെന്ന് പറയുന്ന ഒരു അനുഭവം എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചോദ്യം അതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദൈവദാസൻ വചനമാകുന്ന വിത്ത് വിതറുന്നതിന് മുമ്പ് കട്ട പിടിച്ചിരിക്കുന്ന മനസ്സുകളെ അതിനെ ഒന്ന് നനച്ച് ഉടയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ആരാധനയിലൂടെ അല്ലെങ്കിൽ ഒരു ഗാന ശുശ്രൂഷയിലൂടെ മറ്റ് കാര്യങ്ങളിലും മറ്റ് ചിന്തകളിലൊക്കെ ആവൃതരായിരിക്കുന്ന വ്യക്തികൾ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി ആ ഒരു ഏകാഗ്രതയിലേക്ക് തിരികെ വന്ന് ദൈവസന്നിധിയിൽ വന്ന് ദൈവം എന്നെ ഇന്നൊരു ദിവസം കൂടെ
ജീവനോട് ആയുസോടായിരിക്കാൻ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ട് വചനമാകുന്ന വിത്ത് ഉള്ളിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഒരു ആരാധന അല്ലെങ്കിൽ ഗാന ശുശ്രൂഷയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരാധനയിൽ നിന്ന് അതിൽ നിന്ന് അതിനെ അടർത്തിയെടുത്തിട്ട് ഗാന ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഗാന ശുശ്രൂഷ എന്നൊരു പദപ്രയോഗത്തിലേക്ക് ഞാൻ വരാം. കാരണം പാസ്റ്റർ പറഞ്ഞപ്പോൾ അതൊരു കോമൺ റിപ്ലൈ ആയിപ്പോയി. സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത് ഗാന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ, അത് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരണം നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ആരെയും വിരൽ ചൂണ്ടാനോ അല്ലെങ്കിൽ ആരെയും കുറ്റം വിധിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് വചനം അങ്ങനെയല്ല അനുശാസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇടം എന്താണെന്ന് തിരിച്ചറിയുക എന്നൊരു വലിയ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ തിരികെ നാട്ടിൽ പോവുകയും അനേക ഗാന ശുശ്രൂഷകരുടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറയുന്ന വാക്കുകൾ വളരെ തിരിച്ചു വരുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും ആത്മാർത്ഥമായിട്ടും വരും തലമുറയോട്, പ്രത്യേകിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ പാടുവാൻ അല്ലെങ്കിൽ അവരുടെ ശ്രുതിമധുരമായ ശബ്ദത്തിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തെ ഉണർത്താൻ ദൈവം കൊടുത്തിരിക്കുന്ന താലന്ത് അതൊരു പെർഫോമൻസ് ലെവലിലല്ല, മറിച്ച് അതിനെ എന്തൊരു ഒരുക്കത്തോടു കൂടി വരണമെന്നെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പിന്മാറാം. അത് ശരി, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇമിറ്റേഷൻ ഉണ്ട് പുറത്ത്. സെക്കുലർ ലോകത്ത് സഭയ്ക്ക് പുറത്തെടുക്കുന്ന മതേതര ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇമിറ്റേഷൻ ചെയ്യും. പറയില്ല, ഈ മിക്സിങ്, അതെ, ഈ റീമിക്സിങ്, ഈ വാദ്യോപനങ്ങൾ മാത്രം വെച്ചുള്ള ഒരു 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 ഷോയൊക്കെ ഉണ്ട്, അതെ, ബഹളവും ഒക്കെ. അപ്പം യോഗം കഴിഞ്ഞും ഗ്രൗണ്ടിലൊക്കെ മണിക്കൂറുകൾ ഇതിങ്ങനെ നടത്താറൊക്കെ ഉണ്ട്. അതെ. അപ്പം ഇത് ഇങ്ങനെ അങ്ങനെ ഒരു അനുകരണം നമ്മുടെ ഇടയിലുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു അഭിഷിക്തമായ ശുശ്രൂഷയാണെന്ന് ഈ പാട്ട് സംഘം പാട്ട് ലീഡ് ചെയ്യുന്ന അവരെന്താ മാസ്റ്റർ വോയിസ്, മാസ്റ്റർ സെറമണി എന്താണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ജനത്തെ പാടാനും അതിനുവേണ്ടി ഒരുക്കാനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആൾ ഇതൊരു അഭിഷിക്തമായ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള സമർപ്പണവും അതിനുള്ള ജീവിതവും പെരുമാറ്റം തന്നെ അവർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ ഈ പ്രസംഗിക്കാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ സമയം പോലും അങ്ങിപ്പം കുറഞ്ഞു പോവുകയാണ്. അതെ, കാരണം ഇതൊരു ശുശ്രൂഷയും ഈ ഇതേ ഒരു പ്രസംഗമൊക്കെ അങ്ങുണ്ട്, അങ്ങനെയുണ്ട്. അപ്പം ഇത് ജനത്തെ പറഞ്ഞ പോലെ ഒരു ഞങ്ങൾ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിനൊക്കെ മുമ്പ് ജനത്തെ ഒരുക്കുന്ന പാട്ടുപാടി ജനം ഒരുക്കപ്പെട്ട് വചനം സ്വീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കുന്ന നല്ലൊരു പാട്ടുപാടി ഒരുക്കുന്ന അവസാനം പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരു ഓട്ടർ കൊള്ളുന്നില്ല പാട്ടുപാടി അവരെ അതിലേക്ക് നയിക്കുന്ന ചിലവർ പ്രസംഗം ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ മെസ്സേജിന് പറ്റിയ പാട്ട് പാടുന്ന പാട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും അതുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. നല്ല പാട്ട് പാടുന്നുണ്ട് ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട്. നമ്മൾ വെളിപ്പാട് ദിവസം പ്രസംഗിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മടങ്ങിവരവാ പ്രസംഗിക്കുന്നെങ്കിൽ അവർ നല്ല കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പാട്ടുകാരുണ്ട്. അതാണ് ഇടയ്ക്ക് പറഞ്ഞത്, ദൈവം പറയുന്ന പാട്ട് പാടുന്ന ദൈവത്തിൻ്റെ പാട്ടുകാർ, അഭിഷിക്തരായ പാട്ടുകാർ അവരുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ അതിനിടയിലാണ് ഈ നുഴഞ്ഞു കയറുന്ന ഈ വ്യാജന്മാരെയും ഈ മേഖലയെ അങ്ങനെ ഒരു മ്യൂസിക് കൾട്ട് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു മ്യൂസിക് കൾട്ട് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് ഇതിനിടയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളവരും അനാത്മികരായ ആൾക്കാരും അവരുണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങളും നിമിത്തമാണ് ഈ അഭിഷിക്തരായ പാട്ടുകാർ കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അത് ഒത്തിരി കംപ്ലൈൻറ്റുകൾ അവർക്കെതിരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന മേഖലയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു പിശാചിന്റെ മേഖലയാണ്. അല്ലെ, അതെന്നാ ഈ ഇപ്പം ഇതിന് ബ്ലാക്ക് മാസ് സൈറ്റാൻ വർഷിപ്പുകാരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഹെവി മെറ്റൽ റോക്ക് അതുപോലെ റോക്ക് മ്യൂസിക്, ഈ മ്യൂസിക്കും ലൂസിഫറും കണ്ടൊരു ബന്ധമുണ്ടല്ലോ. പാസ്റ്റർ അത് പറയുമ്പോൾ ഞാനൊരു ഒരു ഉദാഹരണം എനിക്ക് വിരൽ ചൂണ്ടാനുള്ളത്, നമ്മുടെ ഇതേ സ്റ്റുഡിയോയിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ആശാരി ഉപദേശിയുടെ ഇളയ മകൻ വരുവാനും ഒരു ഇന്റർവ്യൂ ഇതുപോലൊരു ടോക്ക് ഷോ നമ്മൾ എടുക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ കേൾക്കാനിടയായത് തൻ്റെ ചർച്ചിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വാദ്യോപകരണങ്ങൾ, സൗണ്ട് സിസ്റ്റം, അതിന് തക്ക രീതിയിലുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും തനിക്കുണ്ടായിരുന്നു. തനിക്ക് അങ്ങനെ ഒരു ക്രേസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും തനിക്ക്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാട് ലഭ്യമായപ്പോൾ ഇതൊക്കെ അനാവശ്യമെന്ന്, അല്ലെങ്കിൽ ഒരു ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് പുള്ളിക്ക് അത് മനസ്സിലായപ്പോൾ അത് മുഴുവനും എടുത്ത് നീക്കി മാറ്റിയിട്ട് പഴയ പോലെ തമ്പേറും അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ആ ഉപകരണങ്ങൾ വെച്ച് ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ ഒരു മഹത്വം വർണ്ണിക്കാനുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു ദൈവദാസന്മാർ
പണ്ട് കാലങ്ങളിൽ നമ്മുടെ വലിയ കൺവെൻഷനുകളിൽ ദൈവദാസന്മാർ കയറി നിന്ന് ഒരു ഗാനം ആലപിക്കുമ്പോൾ ആ ഗാനം മുഴുപ്പിക്കുന്നതിന് മുമ്പ് ആത്മാവിൽ അവരോട് പറയേണ്ട ആവശ്യം വരുന്നില്ല, എഴുന്നേറ്റ് ആരാധിക്കാൻ, ഇരിക്കുന്ന ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് ആരാധിച്ച് ആത്മനിറവിൽ മണിക്കൂറുകളോളം അത് പോകുന്ന ഒരു അവസ്ഥ നമുക്ക്. ശരിയാ. ഈ മാറ്റങ്ങളും ഈ ഓർക്കസ്ട്ര, ഈ സംവിധാനങ്ങളും, ഈ വലിയ എക്യുപ്മെന്റ്സ് എല്ലാം നമ്മുടെ സഭ വരുന്നതിന് മുമ്പ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പഴയ ജനറേഷനെ കണ്ട ആളാണ്. അതെ അതെ. പഴയ ജനറേഷനിൽ നമ്മൾ ചെറിയ യോഗങ്ങൾക്ക് എല്ലാവരും കൂടെ, ചർച്ചിലെ വിശ്വാസികളെല്ലാം കൂടെ സ്റ്റേജിൽ നിന്ന് കൈയടിച്ച് പാട്ടുപാടി, തമ്പേറടിച്ച്, കിലുക്കൊക്കെ അടിച്ച് പാടി വളരെ ആത്മനിറവിൽ ആരാധിക്കുകയും അവിടെ രോഗശാന്തി അടക്കുകയും ഭൂതങ്ങൾ വിട്ടുപോകുകയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഇതിൻ്റെ ആവശ്യം പോലും ഇല്ല, ഇതിൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ദൈവസാന്നിധ്യം അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസൻസ് കൊണ്ട് നടക്കുന്നവർക്ക് ഒരുക്കത്തിന് ഒരു പാട്ടിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. കാരണം നമ്മൾ ഒരു പാട്ട് പാടി ഒരുക്കുക, ഒരു ഇന്നർ കോളിങ്ങിന് വേണ്ടി ഒരുക്കുക, പിന്നെ ഒരു പാട്ട് പാടി വരുന്ന ഒരുക്കുക. അപ്പോൾ ദൈവസാന്നിധ്യം, കിങ്ഡം ഓഫ് ഗോഡ് കൊണ്ട് നടക്കുന്നവർക്ക്, ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്നവർക്ക്, ആത്മനിറവൻ ജീവിതം നയിക്കുന്നവർക്ക് എന്തൊരുക്കാനാ? അതെ, തീർച്ചയായിട്ടും അവരെ എന്തിലേക്ക് ഒരുക്കാനാ? അപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ ജീവിക്കാത്തവരാണ്, ഈ ഒരു അറ്റ്മോസ്ഫിയർ ജീവിക്കാത്ത, ബൈബിൾ റീഡിംഗ് ഇല്ലാത്ത, കഴിഞ്ഞ ഒരാഴ്ച ആത്മനിർഭര ജീവിതം നയിക്കാത്ത, വ്യക്തിപരമായി ദൈവമായിട്ട് ബന്ധം പുലർത്താതെ ജീവിക്കുന്നവരെയാണ് ഇങ്ങനെ തല്ലി പഴിപ്പിച്ച് അവരെ ഒരുക്കി ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്നവരുടെ ഇടയിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അന്തരീക്ഷം ഉണ്ടാക്കുക, മനസ്സിലെ? കാരണം ദൈവസാന്നിധ്യം, നമ്മൾ ദൈവത്തിന്റെ പ്രസന്റ്, ദൈവം ഇറങ്ങി വസിക്കുന്ന, ട്രയൂൺ ഗോഡ് ഇറങ്ങി വസിക്കുന്ന, യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ത്രിയേകദൈവം ഇറങ്ങി വസിക്കുന്ന വ്യക്തികൾ, ആത്മനിർഭര ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവസാന്നിധ്യം യാന്ത്രികമായി ഉണ്ടാക്കേണ്ട ആവശ്യം അവരിൽ തന്നെ പ്രസരിപ്പുണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ പ്രശ്നം ഈ ആരാധന യാന്ത്രികമാകുന്നതിൻ്റെതാണ്. ആരാധന വളരെ യാന്ത്രികമാകുകയും മെക്കാനിക്കലാകുകയും വലിയ വോൾട്ടേജ് ലൈറ്റും വലിയ വാട്സ് സൗണ്ടും ഒക്കെ വെച്ച് അടിച്ച് മൈതാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ബഹളം ഉണ്ടല്ലോ, അത് കീബോർഡിന്റെ റിതം അവസാനിക്കുമല്ലോ. അത് നമുക്കറിയാം, കറണ്ട് പോകുമ്പോഴറിയാം. അപ്പം അങ്ങനെ അവസാനിക്കുന്നതല്ല, അതല്ലായിരുന്നു നമ്മുടെ 60കളിലെ 70കൾക്ക് ശേഷമുള്ള 80കൾക്ക് മുമ്പുള്ള നമ്മുടെ കണ്ടങ്ങളിലും പാടങ്ങളിലും മൈതാനങ്ങളിലും നമ്മുടെ ചർച്ചുകളിലും ചാണകം വഴി ഉമ്മറങ്ങളിലും ഓലക്കീറിലൊക്കെ ഇരുന്നുള്ള ആരാധന നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഇതിന്റെ ടെക്നോളജിയുടെ യാതൊരു അഡ്വാൻസ്ഡ് ആയിട്ടോ ടെക്നോളജി ഒന്നില്ലായിരുന്നു. പക്ഷെ അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ആരാധനയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പെന്തക്കോസ്ത് സമൂഹത്തെയാണോ? അങ്ങനെയാണ്? കാരണം നമ്മളെ ആരാധിക്കുന്നത് അതുകൊണ്ട്. കാരണം പെന്തക്കോസ്ത് സമൂഹമാണ് ഈ പാട്ട്, ഈ വർഷിപ്പ്, സിംഗിങ് ഇതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ടൊരു ബന്ധമാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മളെ ഇത് കൂടുതൽ വായിച്ചിരിക്കുന്നത്. മറ്റവർക്ക് അതില്ലല്ലോ. പാട്ടും കയ്യടിയും കൈത്താളങ്ങളും വാദ്യമേളങ്ങളും വർഷിപ്പും നൃത്തവും ചാട്ടവും തുള്ളലും അവർക്കില്ലല്ലോ. ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ആരാധന നയിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ സഭാരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, വചനം എടുത്ത് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അത് ക്രമീകരിച്ച് വന്ന് ദൈവജനത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആരെയും വിമർശിക്കാനുള്ള ഒരു കാര്യമല്ല, മറിച്ച് വരും തലമുറ കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രൊഫഷനായി കണ്ട് അതിനെ മാറ്റരുത്. അതെ, കയ്യിൽ ബാൻഡൊക്കെ കെട്ടി അല്ലെങ്കിൽ വസ്ത്രധാരണം, അപ്പൊ നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നതിനെ കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകണം എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിഷയമാണ് അടുത്തത്. അതായത് വിദേശത്തേക്ക് കടന്നു വരുന്ന, പ്രത്യേകിച്ച് വിദേശത്തേക്ക് കടന്നു വരുന്ന ഒരു ദൈവദാസൻ ആരെങ്കിലും തൻ്റെ ശുശ്രൂഷയെ കണ്ടുകൊണ്ട് മാനിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ആ ദൈവദാസൻ ഇവിടെ വന്ന് പലരും മുറികളിലിരുന്ന്, അതായത് വചനം പറയാൻ പ്രാപ്തരായ, സുവിശേഷം പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവദാസന്മാർ പലരും മുറിയിലിരുന്ന് പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ ജനത്തിന്റെ ചോദ്യം പ്രഥമമായും വരുന്ന വ്യക്തിയിലുള്ള കൃപാവര ശുശ്രൂഷ എന്താണ്? ഈ വ്യക്തി എന്ത് പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത്? പ്രവാചകനാണോ,
അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രോഗശാന്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ശുശ്രൂഷ ഈ വ്യക്തിക്കുണ്ടോ? അപ്പൊ എന്നൊരു നിലവാരത്തിലേക്ക് ആളുകളുടെ ചോദ്യങ്ങളും ആളുകൾ അതിനെക്കുറിച്ച് ആരായും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായി വിദേശത്തേക്ക്, പ്രത്യേകമായി വിദേശത്തേക്ക് പ്രവാചകന്മാരുടെ ഒരു വലിയ പ്രളയമാണ്. എല്ലാവരും പ്രവാചകന്മാരാണ്. അപ്പോൾ വരുന്നവർ പറയുന്ന ഒരു നിരയിലുള്ള 1-2 പ്രവചനങ്ങളാണ്. ഒന്ന്, സഭയെക്കുറിച്ച് പ്രവചിക്കും. ഈ സഭ 2018 അല്ലെങ്കിൽ 19 വലിയൊരു വിശാലതയിലേക്ക് എത്തും, മുഴുവൻ ജനത്തെ കൊണ്ട് നിറയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവം കരുതിയിരുന്ന വിടുതൽ ഇന്നു മുതൽ നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഒരേ സ്കൂളിൽ പഠിച്ചിറങ്ങുന്നവരാണ്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള കുറെ സ്കൂളുകൾ തന്നെ ഉണ്ടല്ലോ, പ്രൊഫറ്റിക്കൽ കോളേജുകൾ, അങ്ങനെയൊക്കെയുള്ള കോളേജുകൾ. എനിക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തത ദേവദാസൻ തരണം. അങ്ങനെ കോളേജുകൾ സ്കൂളിൽ പോകാത്തതിന്റെ കുഴപ്പമില്ല. അപ്പോ ഇങ്ങനെയുള്ള അനേക പ്രവാചകന്മാർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ കള്ളപ്രവാചകന്മാർ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുണ്ട്. ഇത് പുതിയതായി കടന്നു വരുന്ന വിശ്വാസികളെ ഒത്തിരി അധികം തെറ്റിക്കുകയും വളരെ എന്താ പറയുക, അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി നിത്യതയെക്കുറിച്ച് അല്പം പോലും തന്നെ അവരോട് പ്രതിപാദിക്കാതെ, അവരോട് പറയാതെ സമ്പന്നതയെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രലോഭനങ്ങളിലേക്ക് അകപ്പെടുത്തി അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രവാചകന്മാരെ കുറിച്ച് അല്ലെങ്കിൽ വചനം എന്താണ്? കാരണം ഇവർ പറയുന്ന ഒരു പൊതുവായ ഒരു വാക്യമാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കും എന്നൊക്കെ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് ഇവർ പൊലിപ്പിച്ചാണ് ഈ ഒരു പ്രവചനത്തെക്കുറിച്ചൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ദേവദാസൻ നിഷ്പക്ഷമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരും. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അനേകർക്ക് ഈ ഒരു വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട്. കാരണം ആരെ വിശ്വസിക്കണം എന്നുള്ളത് അറിയാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ജാഗരിച്ചുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരുപോലുള്ള കൃപാവരം അല്ല വിവേചനത്തിന്റെ ഒരു കൃപാവരം. ഇപ്പോൾ വിവേചനമുള്ളവർക്ക് വരുന്നവൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അല്ലാത്തവർ പലപ്പോഴും കബളിപ്പിക്കപ്പെടുകയാണ്. കാരണം വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഇവരുടെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും. അപ്പം അതിനെക്കുറിച്ച് ദേവദാസൻ ഈ തലമുറയോട് പ്രത്യേകിച്ച് ഒന്ന് പറയാം. ഈ ബൈബിൾ നിർവചിച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട കൃപാവരാണ് ഈ പ്രവചനവരം എന്ന് പറയുന്നത്. അതെ, നന്നായിട്ട് ഉപയോഗിച്ചാൽ അതെ സഭയ്ക്കകത്ത് വരുന്ന അവിശ്വാസികൾക്കും ഒക്കെ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കൃപാവരമാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ട, അതെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് വിമർശിക്കപ്പെടുന്നത്. അതെ, സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ജനത്തിൻ്റെ ഇടയിൽ കൂടുതൽ സ്വാധീനമുള്ളവരും പ്രവാചകന്മാരാണ്. പക്ഷെ അത് നമ്മൾ ഈ ശുശ്രൂഷകളെല്ലാം സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ബൈബിളാണ്. അതെ, ബൈബിളാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയെ പ്രയോഗിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അവർ തങ്ങളുടെ മിനിസ്ട്രി പ്രയോഗിച്ചതും ആദിമസഭയിൽ നടപടിക്രമമായി വന്നിട്ടുള്ളതും സഭ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുമായ കാര്യങ്ങളാണ് നമ്മൾ ഉപദേശമായി സ്വീകരിക്കുന്നത്. അതെ, ഒരു കാര്യം വരുമ്പോൾ നമ്മൾ യേശുക്രിസ്തു അത് പഠിപ്പിച്ചിട്ടുണ്ടോ, യേശു തൻ്റെ മിനിസ്ട്രിയിൽ അത് ചെയ്തിട്ടുണ്ടോ, സ്ലീഹന്മാരത് പഠിപ്പിച്ചിട്ടുണ്ടോ, അവർ തങ്ങളുടെ ശുശ്രൂഷയിൽ അത് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും. അതെ, യേശു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ സുവിശേഷങ്ങളിൽ അതുണ്ട്. അതെ, സ്ലീഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലേഖനങ്ങളിൽ അത് കാണും. ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ അത് കാണും. അതെ, അപ്പോസ്തലിക് ഫാദേഴ്സിനിടയിലും ചർച്ച് ഫാദേഴ്സിനിടയിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സഭാ ചരിത്രത്തിൽ കാണും. പക്ഷേ അതുകൊണ്ട് ബൈബിൾ ഡിഫൈൻ ചെയ്യാത്തൊരു ശുശ്രൂഷ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രവചനത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും വളരെ വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രവചനം, പ്രവചനം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്, എല്ലാം ശോധന ചെയ്തും നല്ലത് മുറുകെ പിടിപ്പെന്ന് പറഞ്ഞു. വചന ശോധന ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അത് ശോധന ചെയ്യപ്പെട്ടതാണ്, അത് ശോധന ചെയ്യണ്ട. എന്നാൽ പ്രവചനം എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിക്കും. നമുക്കൊരു പഴയ നിയമം മുതൽ പ്രോഫറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദർശകർ എന്നവരെ വിളിച്ചിട്ടുണ്ട്, ദർശകരെന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ കാവൽക്കാരെന്ന് അവരെ വിളിച്ചിട്ടുണ്ട്, അവരെ കാവൽക്കാരെന്ന് വിളിച്ചിട്ടുണ്ട്, ദർശകരെന്ന് വിളിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ നമുക്കറിയാം അഭിഷേകം പ്രവാചകന്റെ മേലും പുരോഹിതന്റെ മേലും രാജാവിന്റെ മേലുമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകന്റെ ശുശ്രൂഷ എപ്പോഴും കറക്ഷനാ, തിരുത്തലായിരുന്നു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് രാജാവിനും
സ്പിരിച്വൽ ലീഡർഷിപ്പ് എപ്പോഴും പ്രോഫറ്റിനുമായിരുന്നു. അതെ. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എന്തെങ്കിലും വഴിതെറ്റിയാൽ അത് കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രവാചകനായിരുന്നു. അതെ. മുറിക്ക് ആഹാബിനെതിരെ പറയുന്നത്, രാജാക്കന്മാർക്കെതിരെ എല്ലാം പ്രവാചകന്മാർ പറയുന്നുണ്ട്. ഭരണത്തിൽ സർക്കാരിന്റെ മിഷണറിക്ക്, പൊളിറ്റിക്കൽ ഭരണകൂടത്തിന്, രാജാക്കന്മാർക്ക് എന്തെങ്കിലും വഴിതെറ്റിപ്പോയാൽ അവരെ തിരുത്തൽ ശക്തിയായിരുന്നു പ്രവാചകന്മാർ. അവനെ കറക്റ്റ് ചെയ്യുമായിരുന്നു പ്രവാചകന്മാർ. അവസാനം രാജാവും പ്രവാചകനും പുരോഹിതനും എല്ലാവരും കറപ്റ്റഡ് ആയപ്പോഴാണ് ഇസ്രായേൽ രാഷ്ട്രത്തിന് വലിയ തകർച്ച ഉണ്ടായത്. മാത്രമല്ല ഇവർ ശിക്ഷാപ്രഖ്യാപനവും ജഡ്ജ്മെന്റും ഒക്കെ പറയാനും ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോഷവൻ അങ്ങനെയാണ്. പ്രത്യേകിച്ച് 8ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ, ആമോസിനെ പോലുള്ള പ്രവാചകന്മാരൊക്കെ സാമൂഹ്യനീതിയുടെ പ്രവാചകന്മാരായിരുന്നു. ശിഷ്ടത്തിന്റെ ജീർണതയ്ക്കെതിരെ, പാവപ്പെട്ടവന്റെ പുതപ്പ് പണയം വെക്കുന്ന, ഒരു യുവതിയുടെ അടുക്കൽ അപ്പനും മകനും ഒരുപോലെ ചെല്ലുന്ന, ശബത്തിലും ഗോതമ്പ് പീടിക തുറന്നു വെക്കുന്ന, പാവപ്പെട്ടവന്റെ ചെരുപ്പ് പണയം വെക്കുന്ന, അതിന് 2 കോടി ചെരുപ്പിനെ അവരെ വിറ്റുകളയുന്ന, സൊസൈറ്റിയിലെ സിവിൽ ആൻഡ് സ്പിരിച്വൽ കറപ്ഷൻ, ഈ കറപ്ഷനെതിരെ, സിസ്റ്റത്തിന്റെ ജീർണതയ്ക്കെതിരെ ശക്തമായി പ്രവചിക്കുന്നവരായിരുന്നു പഴയ നിയമ പ്രവാചകന്മാർ. പഴയ നിയമ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ, ഈ രസമെന്ന് പറഞ്ഞാൽ പഴയ നിയമ പ്രവാചകന്മാരും ജനപ്രിയരല്ല. പക്ഷെ ഇപ്പം പ്രവാചകന്മാരാണ് ജനപ്രിയർ. കാരണം ജനപ്രിയരല്ല, കാരണം ജനത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടവരും ആക്രമിക്കപ്പെട്ടവരും ബഹിഷ്കരിക്കപ്പെട്ടവരാണ് അവർ. യെരമ്യാവിനെ നോക്ക്, ഏലിയാവിനെ നോക്ക്, വലിയ പ്രശ്നമില്ലാത്ത ദാനിയേലിനാണ്. അപ്പം ബാക്കി എല്ലാ ആമോസിനെ നോക്ക്, സൊസൈറ്റിക്കെതിരെ, ഒഴുക്കിനെതിരെ നീന്തുകയായിരുന്നു അവർ. എല്ലാ ജീർണതയ്ക്കും അനുകൂലമായി പോവുകയല്ല, അങ്ങനല്ല. അതുകൊണ്ട് അവരെ ആമത്തിലിട്ടു, അവരെ കന്നത്തടിച്ചു, ചെളിക്കുണ്ടി തള്ളി, ഇവിടെ പ്രസംഗിക്കരുത് അവരോട് പറഞ്ഞു. അപ്പോൾ ജനപ്രിയരല്ലായിരുന്നു, അവർ ജനം ഇഷ്ടപ്പെടാത്തവരായിരുന്നു. കാരണം ജനത്തിൻ്റെ വരാൻ പോകുന്ന പ്രവാസത്തെക്കുറിച്ചും രാഷ്ട്രീയ അധിനിവേശത്തെക്കുറിച്ചും ശിക്ഷാപ്രഖ്യാപനങ്ങളും ന്യായവിധിയും വിളിച്ചു പറയുന്നത് ദൂതായിരുന്നു പറഞ്ഞത്. അതായത് പഴയ നിയമത്തിലെ പ്രവാചകൻ, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും, യഹോവ അരുളി ചെയ്യുന്നു, ആർ പ്രവചിക്കാതിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള സിംഹഗർജനമായിരുന്നു. ഞങ്ങൾ പ്രവാചകരെ കണ്ടുണ്ട്. പാർനാട് ചർച്ചകൾ, ഞങ്ങളുടെ മാതൃസഭയിൽ ഭാര്യാവരി യോനാച്ചാനെ പോലെയുള്ള പ്രവാചകന്മാർ സിംഹഗർജനം പോലെ. അന്ന് ആളുകൾ കൂടത്തില്ല, ആള് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം മുഖത്ത് നോക്കി വിളിച്ചു പറയും. അപ്പൊ ഇന്ന് ആള് കൂടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആള് കുറയല്ല, ആള് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറയത്തില്ലെന്നറിയാതെ. അപ്പം വളരെ ജനപ്രിയരല്ലായിരുന്നു അവർ തിരുത്തൽ ശക്തിയായിരുന്നു, ഒറ്റപ്പെട്ടവരായിരുന്നു. അതുമാത്രമല്ല അവർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗമല്ലായിരുന്നു, റൂളിംഗ് പാർട്ടിയുടെ ഭാഗമല്ലായിരുന്നു, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമല്ലായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിനെതിരാ നീ നിമിത്തമാണ് നാട്ടിൽ വരൾച്ച പോലും ഉണ്ടാകുന്ന ആഹാബിനോട് പറഞ്ഞ പ്രവാചകന്മാർ, ഏലിയാവിനെ പോലുള്ള പ്രവാചകന്മാർ, യെരമ്യാവിനെ പോലുള്ള പ്രവാചകന്മാർ, യെശയ്യാവിനെ പോലെ ആളുകൾ, ഇവരൊക്കെ കരുത്തരായ പ്രവാചകന്മാർ. ഇങ്ങനെ ഇതാണ് ഒരു പ്രോഫറ്റിക്കൽ മിനിസ്ട്രി. അതാണ് അതിനുവേണ്ടി അവർ കൊടുത്ത വില എന്താണ്? ആക്രമിക്കപ്പെട്ടു, പല പ്രവാചകന്മാരെ കൊല്ലപ്പെട്ടു. പ്രവാചകന്മാർ സഞ്ചരിച്ച വഴിയേതാ? അവർ സുകർമ്മ ജീവിതമല്ലായിരുന്നു പ്രവാചകന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ അവർ പറയായിരുന്നു. അല്ല, പക്ഷെ നമ്മൾ ചോദിക്കുന്നു, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകനെ കുറിച്ച് നമുക്ക് ലേഖനങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി പാസ്റ്റർ അതൊന്ന് ഡിഫൈൻ ചെയ്യാമോ? എന്താ ഞാൻ പറഞ്ഞത്? പഴയ നിയമത്തിലെ കോൺസെപ്റ്റ്. അതെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണ് പ്രവാചകനെന്നും പ്രവാചക ശുശ്രൂഷ എന്താണെന്നും യഥാർത്ഥ പ്രവാചകന്റെ ലക്ഷണം എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള യഥാർത്ഥ പ്രവാചകൻ ആരാണെന്ന് തൻ്റെ മിനിസ്ട്രിയിലൂടെ, തൻ്റെ ശുശ്രൂഷയിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെയാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ട് അപ്പോൾ ദർശനവും ജീവിതവും ഒരുപോലെയാണ് അവർ കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഈ പഴയ നിയമത്തിൽ തന്നെ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. എഗസ്കേൽ പ്രവചനം 13-ാം അധ്യായത്തില്, യെരമ്യാ പ്രവചനം 6-ാം അധ്യായത്തില്, യെശയ്യാ പ്രവചനത്തിലൊക്കെ ശക്തമായി ഞാൻ കൊടുക്കാത്ത വചനം പറയുന്ന പ്രവാചകന്മാർ എന്ന് പറയുന്നുണ്ട്. അവർ എൻ്റെ വചനം പറയാതെ സ്വന്തത്തുനിന്ന് പ്രവചിക്കുന്ന പ്രവാചകന്മാർ, നിങ്ങളെ കൊള്ളയടിക്കുന്ന പ്രവാചകന്മാർ, ജനത്തെ മിസ്ലീഡ് ചെയ്യുന്ന, ജനത്തെ വഴിതെറ്റിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ എഴുന്നേറ്റ് അത്ഭുതങ്ങളും അടയാളങ്ങളും പറയുകയും അത് സംഭവിക്കുകയും ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ അവനെ വിശ്വസിക്കില്ലേ? അവനെക്കുറിച്ച് പറയുന്നത്, അവൻ പറയുന്നത് നിങ്ങൾ അന്യദൈവങ്ങളിലേക്ക് പോകണമെന്നാണ് പറയുന്നെങ്കിൽ അവനെ അംഗീകരിക്കില്ലെന്ന് പറയുന്നുണ്ട്. കാരണം ഒരു പ്രവാചകന്റെ ശുശ്രൂഷ ദൈവത്തിങ്കിലേക്ക് ജനത്തെ നയിക്കുന്നതായിരിക്കണം, ആത്യന്തികമായതായിരിക്കണം. ദൈവത്തിങ്കിലേക്ക് റെക്കൺസിലിയേഷനാണ്, റെസ്റ്റോറേഷനാണ്, റിലേഷൻഷിപ്പാണ്. ദൈവമായിട്ടുള്ള എന്താ പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്? കാരണം
ഈ പുരോഹിതൻ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ജനത്തിന് മുമ്പിൽ നിൽക്കുന്നവനും, പ്രവാചകൻ എന്ന് പറയുന്ന ആള് ദൈവത്തിൽ നിന്ന് മെസ്സേജ് വാങ്ങിച്ച് ജനത്തിന് കൊടുക്കുന്ന ആളുമാണ്. ആ ഒരു മധ്യസ്ഥത നടത്തുന്നുണ്ട്, ശുശ്രൂഷയുണ്ട്. അപ്പം ഈ പ്രവാചകൻ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. അതുകൊണ്ടാണ് പ്രവാസങ്ങളിൽ നിങ്ങൾക്ക് പ്രവാസം വരാൻ പോകുന്നു യെരമ്യാവ് പറയുന്നത്. നിങ്ങൾക്ക് ആ ശിക്ഷാപ്രഖ്യാപനങ്ങൾ വിളിച്ചു പറയുകയും ന്യായവിധി വരാൻ പോകുന്നു. ആശ്വാസമുണ്ട്, അത് പ്രവാസം നിങ്ങൾക്ക് മടങ്ങി വരാൻ ഉണ്ടെന്ന് പറയുന്ന. പക്ഷെ ജനത്തിൻ്റെ പാപം വിളിച്ചു പറയുകയും തെറ്റുകളെ വിളിച്ചു പറഞ്ഞിട്ട് വരാൻ പോകുന്ന ശിക്ഷാപ്രഖ്യാപനങ്ങളും ന്യായവിധിയും വിളിച്ചു പറയുന്ന ജോലിയായിരുന്നു അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും വ്യക്തമായി ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിലാണ്. വ്യക്തമായി പറഞ്ഞത് ഈ കള്ളപ്രവാചകന്മാർ വർദ്ധിക്കുന്നുള്ളത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ ലക്ഷണമാണ്. ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും എന്നുള്ളത് അന്ത്യകാല ലക്ഷണം തന്നെയാണ്. കാരണം ആത്മപകർച്ച സകല ജനത്തിന്മേലും പകരുമെന്നുള്ളത് ഈ യുഗാന്ത്യത്തിന്റെ സഭയ്ക്ക് ദൈവം നൽകിയ പ്രോമിസാണ്. അത് പഴയ നിയമത്തിൽ ചിലരുടെ മേലും പകർന്നിരിക്കുന്നത് ഇത് ആത്മപകർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മേലും ദൈവം പകരുന്നു. എല്ലാവരുടെ മേലും ചില കുടുംബക്കാർക്ക് മാത്രമായിരുന്നു പ്രവചനവും പിന്നെ രാജ്യത്വവും പൗരോഹിത്യവും. പക്ഷേ സാർവത്രികമായ സഭയുടെ പൗരോഹിത്യം, എല്ലാവരുടെ മേലും ദൈവം വരുന്ന ആത്മപകർച്ച, എല്ലാവരുടെ മേലും ദൈവം വരുന്ന കൃപാവരം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും. ഇത് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസാണ്. അതാണ് യോവേൽ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞത്. എന്നാൽ ഇതിനെ വ്യാപകമായി ജനത്തിന്റെ ബലഹീനതകളെ മുതലെടുത്ത്, പ്രത്യേകിച്ച് സമീപകാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ജനം വലിയ മിഡിൽ ക്ലാസ് വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു വന്ന കാലഘട്ടം. സ്ട്രെസ് കൂടുതലുള്ള, ടെൻഷൻ കൂടുതലുള്ള, സമ്മർദ്ദങ്ങൾ കൂടുതലുള്ള, വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമീപ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ജനം വലിയ സ്ട്രെസ്, തൊഴിൽ സമ്മർദ്ദം, ഫാമിലി പ്രശ്നങ്ങൾ, ഈ ജനത്തിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം മുതലെടുത്താണ് കള്ളപ്രവാചകന്മാർ നുഴഞ്ഞു കയറുന്നത്. കാരണം ജനം വലിയ ടെൻഷനില്ല. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ലോകത്തെല്ലാം വിവിധ ഇടങ്ങളിൽ സഞ്ചരിക്കാൻ നമുക്കറിയാം. ജനം വളരെ ടെൻഷനില്ല. സാലറിയുടെ പ്രശ്നം, ജോലിയുടെ പ്രശ്നം, കമ്പനി പ്രശ്നം, പിന്നെ സാമ്പത്തിക പ്രശ്നം, റിസഷൻ, സാമ്പത്തിക മാന്ദ്യം, ഫാമിലി പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ സ്ട്രെസ്സിൽ വലിയ ജീവിത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു മധ്യവർഗത്തിനിടയിലേക്ക്, ഒരു വിശ്വാസി സമൂഹത്തിനിടയിലേക്ക് ഇതങ്ങ് നുഴഞ്ഞു കയറി അവർ വിപണി അങ്ങ് വിപുലീകരിക്കുക ചെയ്യുന്നത്. ആ ഒരു വിപണിയുടെ രാഷ്ട്രീയമാണ് ഈ കള്ളപ്രവാചകന്മാരുടെ കയ്യിലിരിക്കുന്നത്. വ്യാപകമായ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അങ്ങനെ ജനത്തിന് അനുഗ്രഹം മാത്രം പറയുന്ന, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതവർ പറയേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എഫെസിലെ 1-3 വാക്യത്തിൽ പറയുന്നുണ്ട്. പാസ്റ്റർ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിനെ അതിനൊന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ വചനത്തിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ പ്രതികരണം നൽകുന്നത്. അപ്പോൾ അത് 2 പത്രോസിന്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാരും ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴച്ചും തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞും തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അതാണ് അത് ഞാൻ പറഞ്ഞു, വാണിജ്യം ഞാൻ പറഞ്ഞില്ല. അതാണ് ഇതിന്റെ പിന്നിൽ ഒന്ന്. ഈ ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു മിനിമം മര്യാദ അതാണ്. കാരണം കൊരിന്ത്യ ലേഖനത്തിലെല്ലാം പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപയോഗം പ്രയോഗിക്കരുത്. 2, വചനത്തോട് കൂട്ടുചേർക്കരുത്. ഇതെല്ലാം പറയുന്നുണ്ട്. 2, സത്യവേദന യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇതെല്ലാം ശിഷ്യന്മാരോട് പറയുന്ന അവരുടെ ഒരു പ്രകടനപത്രിക. അത് പക്ഷെ പറഞ്ഞ 2-ാമത്തെ പോയിന്റിൽ ഞാൻ അതിനോടൊന്ന് ഒരു കാര്യം പാസ്റ്ററോട് ചോദിക്കുകയാണ്. ഇവർ പറയുന്ന ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശന്നിരിക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ നീ വചനം പറഞ്ഞിട്ട് കാര്യമില്ല എന്നതാണ് ഇവർ പറയുന്ന തിയറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഭയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയോട് ആദ്യമേ വചനം പറഞ്ഞിട്ട് കാര്യം, വചനമാണ് പറയേണ്ടത്. വിശന്നിരിക്കുന്നതിന് അപ്പം അങ്ങനെ പറഞ്ഞതിന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് ജീവിക്കുന്നതെന്ന് പറയുന്നത്. മനുഷ്യൻ വചനമാണ് അവരോട് പറയേണ്ടത്. വചനമാണ്, അതാണ് വിഷയം. അതിലേക്ക് ഞാൻ വരികയാണ്. ഈ പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ് വചനത്തിന്റെ ശുശ്രൂഷയും വചനത്തെയൊക്കെ ഇകഴ്ത്തി കാണിക്കുകയും ഏതാണ്ട് പ്രവചനവും പ്രവാചകന്മാർ ഇതിന് മുകളിലാണ്. അങ്ങനല്ല. ഒരു ശുശ്രൂഷകനും വചനത്തിന് മുകളിലല്ല, ഒരു കൃപാപര പ്രാർത്ഥന വചനത്തിന് മുകളിലല്ല. ഇവിടെ അധികാരം, സോവർണിറ്റി, പരമാധികാരം, തെറ്റാവരം, ഇതിന്റെ പൂർണ്ണത, ദൈവവിശ്വാസം, ഇതെല്ലാം വചനത്തിനാണ് പരമാധികാരം. വചനത്തിനാണ് അതിന്. വചനത്തിന് കീഴ്പ്പെട്ട് പ്രവാചകന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്.
പ്രവാചകന്റെ ടെക്സ്റ്റ് ബുക്ക്, പ്രസംഗന് ടെക്സ്റ്റ് ബുക്ക് ഉള്ളതുപോലെ പ്രവാചകന്റെയും പ്രസംഗന്റെയും അധ്യാപകന്റെയും ടെക്സ്റ്റ് ബുക്ക് ബൈബിളാണ്. അല്ല, വേദപുസ്തകത്തിന് മുകളിലല്ല പ്രവാചകൻ. അതിലേക്ക് ഞാൻ വരാം. അവിടെയാണ് പ്രവചനം നമ്മൾ തിരിച്ചറിയുന്നത്. വ്യക്തമായി കൊരിന്ത്യ ലേഖനത്തിൽ ആണ് പ്രവചനത്തെക്കുറിച്ച് പറയുന്നത്. കൃപാവരങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട് കൊരിന്ത്യ ലേഖനത്തിലാണല്ലോ. ഈ 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് നൽകിയത്. 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു എഡിഫിക്കേഷന്, കംഫർട്ടേഷന്, അതുപോലെ എക്സോട്ടേഷന്. 3 കാര്യം പറയുന്നുണ്ട്. ദൈവം പ്രവചനം നൽകിയിരിക്കുന്നത് എഡിഫിക്കേഷന് വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ പറയുന്നുണ്ട് പൊതുപ്രയോജനം, കോമൺ ഗുഡ്. അപ്പോൾ പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്. ആത്മീയ വർധനവിന് വേണ്ടിയാണ്, പ്രബോധനത്തിന് വേണ്ടിയാണ്, ആശ്വാസത്തിന് വേണ്ടിയാണ്. അപ്പോൾ പ്രവചനവും ഏത് കൃപാവരങ്ങളും ആകട്ടെ അത് പൊതുപ്രയോജനം ഉണ്ടാകണം. 1. 2, എഡിഫിക്കേഷൻ ഉണ്ട്. സഭയെ അതെങ്ങനെ എഡിഫൈ ചെയ്യുന്നു? സഭയെ പിളർത്തുകയോ കുടുംബങ്ങളെ തകർക്കുകയും ചെയ്യുന്ന ജോലിയല്ല. എഡിഫൈ ചെയ്യുക, അത് സഭയെ ആത്മീയവർദ്ധനം ഉണ്ടാക്കുക, പ്രബോധനത്തിന് എക്സോർട്ട് ചെയ്യുക. മാത്രമല്ല ആശ്വാസം, കംഫർട്ടേഷൻ, ആശ്വാസത്തിന് വേണ്ടിയാണ്. അപ്പം കൃപാവരങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല പ്രവചനത്തെക്കുറിച്ച് 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രവചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ സഭയ്ക്കകത്ത് വന്നാൽ, അവിശ്വാസിയോ ആത്മവരമില്ലാത്ത ആൾ സഭയ്ക്കകത്ത് വന്നാൽ പ്രവചനം കേൾക്കുമ്പോൾ അവന് പാപബോധം വരും. ആമേൻ. അന്യഭാഷയെക്കുറിച്ച് മേളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ തർക്ക വിഷയമല്ല, അതിലേക്ക് പോകുന്നില്ല. അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. അന്യഭാഷയും പ്രവചനവും, അന്യഭാഷയുടെ ഗുണവും പ്രവചനത്തിൻ്റെ ഗുണവും പറയുകയാണ്. 14-24 പറയുന്നു അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനകത്ത് വരുമ്പോൾ അവൻ പ്രവചനം കേൾക്കുമ്പോൾ അവന് പാപബോധം വരും, അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും, അവൻ കവിണ്ണ് വീണ് നിങ്ങളുടെ കയ്യിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ്, ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് വീണ് നമസ്കരിക്കും, അവൻ വിവേചിക്കപ്പെടും. 3-4 കാര്യം പറയുന്നുണ്ട്. ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിശ്വാസിക്കാണ് ഇത് ഗുണം വരുന്നത്. അവിശ്വാസിക്ക് അതാണ് അന്യഭാഷയും പ്രവചനവും അതിൻ്റെ 2 ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. അന്യഭാഷ പറയുമ്പോൾ നമുക്ക് തന്നെ ആത്മീയവർദ്ധന വരുന്നു. ആത്മീയവർദ്ധന വരുന്നു. അത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പ്രവചനത്തിൻ്റെ എഫക്റ്റാണ്. എന്നാൽ പ്രവചനം എന്ന് പറയുന്നത്, അന്യഭാഷ എന്ന് പറയുന്നത് അവിശ്വാസിക്ക് മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഭ്രാന്തുണ്ടെന്ന് പറയും. എന്നാൽ പ്രവചനത്തെക്കുറിച്ച് പറയുകയാണ് അവ പാപബോധം വരുത്തും. പാപബോധം വരുത്തുന്നുണ്ടോ? പ്രവചനം വരുത്തുന്നുണ്ടോ? ഇപ്പോഴത്തെ സോക്കോട്ട് പ്രോഫസിയെ കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ പറഞ്ഞ പ്രവചനത്തെ കുറിച്ചല്ല പറയുന്നത്. പാപബോധം വരുത്തുന്നുണ്ടോ? അവിശ്വാസി അകത്ത് ദൈവസാന്നിധ്യ ബോധം ഇല്ലാതാക്കുന്നതല്ല പ്രവചനം, ദൈവസാന്നിധ്യ ബോധം കൊണ്ടുവരുന്നതാണ്. നമ്മളങ്ങനെ പറയുന്നത് നമുക്ക് സ്ഥലം മറന്ന് ആരാധിക്കാം. അതെ, നമ്മള് ചില പ്രവാചകന്മാർ, ചില ദൈവദാസന്മാർ ആ അഭിഷേക നിറവിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കണ്ണ് നിറഞ്ഞ് എനിക്ക് മറച്ചു വെച്ച പാപങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പാപം എന്ന് കരുതാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പാപം എന്ന് തോന്നാത്ത പല കാര്യങ്ങളും ആ സമയം നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരികയും അതുണ്ടാവും. ഈ കുറ്റബോധത്തിന് തടവറയിരിക്കുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇവർക്ക് പാപബോധം ഉണ്ടാകുന്നു. അത് പ്രവചന ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്. പാപബോധം ഉണ്ടാകും. ജനം അലറിക്കരയും. ഇന്ന് ആ തല അറിഞ്ഞ് ചിരിക്കുക. ആത്മീയ ശുശ്രൂഷ നടക്കുന്നത് ജനം കരയുക ചെയ്യുന്നത്. വചനം വായിക്കുന്നിടത്ത് ജനം കരയുക. എസ്രാ പീഠത്തിമേ കയറി ബൈബിള് തുറന്നു വെച്ചിട്ട് വായിക്കാൻ തുടങ്ങി ജനം കരയാൻ തുടങ്ങി. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി തിരിച്ചുകൊണ്ട് യോശുവ വായിച്ച് ജനം കരയാൻ തുടങ്ങി. ആത്മീയ ശുശ്രൂഷ നടക്കുന്നിടത്ത് വചനം വായിച്ചിട്ട് ജനം കരയുകയല്ല, ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് ചിരിച്ച് ഊപ്പാട് വന്നിട്ടാണ് ജനം വീട്ടിൽ പോകുന്നത്. അപ്പോൾ അത് വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാപബോധം വരുത്തുന്നു. 2, നിങ്ങളിൽ ദൈവമുണ്ട്, ദൈവസാന്നിധ്യ ബോധം വരികയാണ്. അല്ലാതെ ആ ബോധം കെടുകയല്ല, ദൈവസാന്നിധ്യ ബോധം വരികയാണ്. നിങ്ങളുടെ ദൈവം ഉണ്ടെന്ന് ആള് പറയുന്നു. ആളിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുന്നു. ആ ആളിൻ്റെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് ഈ പ്രവചനം. മാനസാന്തരത്തിലേക്ക് ഇന്നത്തെ പ്രവചനങ്ങൾ അതുണ്ടോ? പാപബോധം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ടോ? പാപം ചെയ്ത് മന്ദിരത്തിട്ട് പോകും, അവനോട് അനുഗ്രഹിക്കുമെന്ന് പറയുന്നത്. അവൻ്റെ പാപം വെളിപ്പെടുത്തുക, അവനെ എന്തോ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത്. ഇന്ന് മര്യാദയ്ക്ക് ജീവിച്ചാൽ നാളെ ദൈവം അനുഗ്രഹിക്കുന്ന അറിയാം. യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയിലൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ നിറച്ചിരിക്കുകയാണെന്ന് ബോധ്യമുള്ള ആളിനെ എന്താണ് അറിയേണ്ടത്? പ്രവചന ശുശ്രൂഷ ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. പ്രവചന ശുശ്രൂഷ ഉണ്ട്. ആ പ്രവചന ശുശ്രൂഷ ഗുണീകരണത്തിന്, കറക്ഷന് വേണ്ടിയാണ്, തിരുത്തലിന് വേണ്ടിയാണ്, പാപബോധം വരുത്താനാണ്. അവിശ്വാസി അകത്ത് വന്നാൽ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കാനാണ്
ഈ ദൈവസാന്നിധ്യ ബോധം ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ ദൈവം എന്ന് പറയും കമിഴ്ന്ന് വീഴുകയാണ്, അവരുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 31 വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഓരോരുത്തരും പ്രവചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ പ്രവാചകൻ പറഞ്ഞത് എന്തോ പഠിക്കാനുള്ളത്? ഇന്നത്തെ സോക്കോഡ് പ്രവാചകന്മാർ പറയുന്നതിനകത്ത് എന്തോ പഠിക്കാനുള്ളത്? അപ്പൊ പ്രവചനത്തിനകത്ത് ടീച്ചിങ്ങും ഉണ്ട്, വചനവും ഉണ്ട്. എല്ലാവർക്കും അത് 1 കൊരിന്ത്യർ 14:31 പറയുന്നത്, എല്ലാവർക്കും പഠിക്കാൻ. ഇന്നത്തെ ലേണിംഗ് എന്തോ പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനകത്ത് പ്രബോധനമുണ്ട്, ആശ്വാസമുണ്ട്, എഡിഫിക്കേഷൻ ആത്മീയ വർധനമുള്ള കാര്യമുണ്ട്, ഇന്നത്തെ വിവേചനമുണ്ട്, പാപബോധം വെളിപ്പെടുത്തുന്നു, പഠിക്കാനുമുണ്ട്. എന്തോ ഇന്നത്തെ പ്രവചനത്തിൽ പഠിക്കാനുള്ളത്? അപ്പൊ വചനത്തിന്റെ ശുശ്രൂഷ കൂടിയാണിത്, പഠിക്കാൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പാസ്റ്റർ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്റർ പറഞ്ഞു, വചനം പ്രവചനത്തിലുണ്ട്. അതായത് പഴയ കാലങ്ങളിൽ ഉപദേശിമാർ, ദേവദാസന്മാർ അല്ലെങ്കിൽ ഉപദേശിമാർ എന്ന് പറയുന്ന കാരണം അങ്ങനെ നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്യേണ്ട അവസ്ഥയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ പഴയ കാലങ്ങളിൽ ഉപദേശിമാർ നമ്മുടെ ഭവനങ്ങളിൽ വരുമ്പോൾ നമ്മളോടൊരു വിഷയത്തെക്കുറിച്ച് നേരിട്ട് പറയുകയല്ല, വേദപുസ്തകം എടുപ്പിച്ചിട്ട് ഇന്ന അധ്യായം എടുത്ത് വായിക്ക് എന്ന് പറയുമ്പോൾ ആ അധ്യായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ എടുത്തു വായിക്കുന്ന വചനത്തെക്കുറിച്ചോ ഒട്ടും തന്നെ അറിവില്ലാത്ത നമുക്ക് അത് നമ്മൾ ചെയ്ത കുറവ് അല്ലെങ്കിൽ നമ്മളിലായിരിക്കുന്ന അവസ്ഥയെ കൃത്യമായും ഇങ്ങനെ ഒരു വചനം വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന അളവിൽ, കാരണം പിന്നെ ആ ദേവദാസൻ മറ്റൊന്നും പറയണ്ട, പിന്നെ നമ്മളെ തോളിൽ കൈവച്ച് അല്ലെങ്കിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. ദൈവം നിന്നോട് ശക്തമായി ഇടപെട്ടു, ഇതിൽ നീ ക്രമപ്പെടുക. 1 പത്രോസ് 4:11 പറയുന്ന, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു. പ്രസംഗം പോലും ദൈവത്തിന്റെ അരുളപ്പാട് പറയുന്നതാണ്. ദൈവജന ശുശ്രൂഷയെ ഇകഴ്ത്തി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റാണത്. കാരണം വചന ശുശ്രൂഷ ദൈവത്തിന്റെ അരുളപ്പാടാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വെർബൽ പ്ലീനർ ഇൻസ്പിറേഷൻ ആണ്. അക്ഷരപ്രകാരമുള്ള വചനത്തിന്റെ ദൈവവിശ്വാസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ ബ്രീത്തിങ് ആണെന്ന് പ്രവാചകന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ വചനം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസമാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനത്തെ, അതാണ് ഈ അക്ഷരം ആത്മാവ് എന്നുള്ള അർത്ഥത്തിലുള്ള തെറ്റിദ്ധാരണയാണ്. അതറിയാതെ അവർ പറയുന്നത് വചന ശുശ്രൂഷയെ അക്ഷരത്തിന്റെ ശുശ്രൂഷയെന്നും പ്രവചന ശുശ്രൂഷ ആത്മാവിന്റെ ശുശ്രൂഷയെന്നും ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ വിഷയമാണ്. ചുമ്മാ അത് വേദപുസ്തകം അറിയാത്തതുകൊണ്ടാ. ഇവർക്കൊരു ആധികാരികമായി പഠനമില്ലാത്ത, അക്കാദമിക് അടിത്തറയില്ലാത്തൊരു ടീമുകളാണ് ഇത്. നമ്മുടെ ഏത് ശുശ്രൂഷ ആളുകൾ കുറ്റം പറയുന്നില്ല, കാരണം ആത്മീയ ശുശ്രൂഷയാണല്ലോ. നമ്മുടെ അറിയാമല്ലോ, പാട്ട് തെറ്റി നമ്മൾ കൂവത്തില്ല. ഒരാളുടെ പാട്ട് അമ്മമാര് കയറുന്ന പാടും, ഒരു ആയുസ് പാടാത്തൊരു കയറി സ്റ്റേജ് പാടുമല്ലോ, പക്ഷെ കൂവത്തില്ല. പക്ഷെ ഇത് ചെങ്ങന്നൂർ YMCയിലാണെങ്കിൽ ചെരുപ്പ് കൊണ്ട് കയറി കിട്ടും. ഈ പാട്ടുകാരുടെ പാട്ട് പിന്നെ ഏതെങ്കിലും അമ്പലപ്പറമ്പിലാണെങ്കിൽ, ഏതെങ്കിലും ഒരു പബ്ലിക് സ്റ്റേജിലാണ് ഈ പാട്ടും ഈ പരിപാടിയെങ്കിൽ ആളുകൾ കൂക്ക് വിളിക്കും. പക്ഷെ നമ്മുടെ ഇടയിൽ കൂക്ക് വിളിക്കത്തില്ല. കാരണം ഏത് പാട്ട് പാടുന്നാകട്ടെ, പ്രസംഗിക്കട്ടെ, ഏതെല്ലാം ആത്മീയ ശുശ്രൂഷകളായതുകൊണ്ട് ഇതിനകത്ത് നടക്കും, പ്രതികരിക്കത്തില്ല ജനം. അതുകൊണ്ടാണ് ജനത്തെ ഇങ്ങനെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയാണ് ഇതെല്ലാം കച്ചവടം പൊടി പിടിക്കുന്നത്. അപ്പം ഉണ്ടോ, ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ കർത്താവ് അരുളപ്പാട് പ്രസംഗിക്കുന്നു. വചന ശുശ്രൂഷ കർത്താവിന്റെ അരുളപ്പാടാണ്. പ്രവചനത്തിൽ വചനം ഉണ്ട്. അടുത്തൊരു കാര്യം ഞാൻ പറയാം. റോമാലേഖനം 12 അധ്യായം അതിന്റെ 16 വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ പ്രവചിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. വിശ്വാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രീഡാണ്, വിശ്വാസ പ്രമാണമാണ്. വിശ്വാസ പ്രമാണത്തിന് ഒത്തവണ്ണമേ പ്രവചിക്കാവൂ. എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനത്തിന്റെ പ്രകാശനത്തിന് അനുസൃതമായിട്ടല്ലാതെ പ്രവാചകന് പ്രവചിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയുന്ന പ്രവചനവും വേർഡ് ഓഫ് ഗോഡും തമ്മിൽ ക്ലാഷ് ചെയ്യാൻ പറ്റത്തില്ല, കോൺട്രാഡിക്ടറി ആകാൻ പറ്റത്തില്ല. കാരണം എഴുതപ്പെട്ട വചനത്തിന് അനുസൃതമായിട്ടേ പ്രവചിക്കാവൂ. പ്രവാചകന്റെ ടെക്സ്റ്റ് ബുക്ക് ബൈബിളാണ്. ഞാൻ പഠിപ്പിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബൈബിളാണ്. ഈ എഴുതപ്പെട്ട വചനത്തിന്റെ പ്രകാശനത്തിന് കോൺട്രാഡിക്ടറി ഉണ്ടാക്കുന്ന, ഇതുമായി ക്ലാഷ് ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ടീച്ചിങ്ങോ അധ്യാപനമോ പ്രസംഗമോ പ്രവചനമോ പോകാൻ പാടില്ല. ഇവിടെയാണ് പ്രവാചകന്മാരെ വിട്ടിലാക്കുന്ന വിഷയം. വചനവുമായി ക്ലാഷ് ചെയ്യുന്ന ഒരു പ്രവചനം അംഗീകരിക്കരുത്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ പ്രവചനം കാണുന്നത് കാരണം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ കാണുന്ന പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പ്രവാചകന്മാർ അവരെ വിളിച്ചിട്ട് അഡ്രസ്
ഇന്ന ഇന്ന തെരുവിൽ ഇന്ന സ്ഥലത്താണ് വീട്, പൊങ്ങി നിൽക്കുന്ന ഒരു പ്രതലത്തിലാണ് വീട് നിൽക്കുന്നത്, വീടിൽ 3 ബെഡ്റൂം ഉണ്ട്, വീട്ടിലെ ഫോൺ നമ്പർ, ഇതൊക്കെയാണ് പ്രവചിക്കുന്നത്. അപ്പോൾ ഈ പ്രവചനത്തെയൊക്കെയാണ് ജനം പ്രവചനമെന്ന് മനസ്സിലാക്കുകയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവരുന്ന പ്രവചനം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇതിന് തന്നെ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ എന്താണ് പാസ്റ്റർ അതെങ്ങനെയാണ് നമ്മൾ ശരി നെല്ലും പതിരും തിരിക്കണം? കാരണം ഈ കറക്റ്റ് അഡ്രസ് പരിശുദ്ധമാ പറയും. കാരണം നമുക്കറിയാം, പറയുന്നുണ്ട് നിന്റെ അപ്പന്റെ തൊഴുത്ത് നിൽക്കുന്ന 7 വയസ്സുള്ള രണ്ടാമത്തെ ഇളയാളെ എന്നൊക്കെ കൃത്യമായിട്ടാ പറയുന്നത്, തെറ്റത്തില്ല. അതുപോലെ നീ പത്രോസിനോട് പോകുമ്പോഴും പൗലോസിനോട് പോകുമ്പോൾ വഴിയാത്രയിൽ ഒരു അഡ്രസ്സ് പറയുന്നുണ്ട്. തോൽക്കൊല്ലനായ ശിമോൻ അവൻ ഇന്നടത്തിരിക്കുന്നു, അവന്റെ മറുപേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായി പേരും അഡ്രസ്സും മറുപേരെല്ലാം പരിശുദ്ധമാവ് പറയും. കാരണം അതുപോലെ പറയുന്ന ഒത്തുവരും ചെയ്യും. ഈ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരാൾ എഴുന്നേറ്റ് പ്രവചിച്ചാൽ അവൻ പറയുന്നത് ഒത്തുവരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം പ്രവചിച്ചിട്ട് അങ്ങ് പോവുക, ഈ പുള്ളി ഒത്തുവരത്തില്ല, പ്രവചനം പറഞ്ഞിടുകയാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പം ഒത്തുവരണം. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ പറയും. എന്റെ ഉടുപ്പിന്റെ അളവ് 38, ഈ അളവുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ ഈ 38, 39, 40 അളവുള്ള എല്ലാം ഒരുമിച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇത് ഇവര് പറയുമ്പോ എനിക്ക് എന്നെ ഉടക്കുന്ന 1-2 കാര്യങ്ങൾ ഇവര് പറയുമ്പോ പേര് മുഴുവനായിട്ട് പറയാൻ കഴിയത്തില്ല. മനസ്സിലായി? പീറ്റർ, മനസ്സിലായി? അപ്പൊ ഞാൻ ആരെ അനുകരിച്ച് പറയുകയല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതേ വ്യക്തികൾ ശുശ്രൂഷയിൽ കയറുമ്പോൾ അവർ പറയുന്നത് ഒരു വചനം വായിക്കും, കുറുവാക്യം വായിക്കും. അത് കഴിഞ്ഞ് അവർ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയാണ്, എന്നെ വചനത്തിൽ നിന്ന് മുമ്പോട്ട് ശുശ്രൂഷിക്കാൻ ആത്മാവ് വിടുന്നില്ല. എന്താണ് ഭാഷ അതിന്റെ അർത്ഥം? എനിക്ക് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ എന്നെ വിടുന്നില്ല, എന്നെ വീണ്ടും വീണ്ടും പ്രവചിക്കാനാണ് ആത്മാവ് വിടുന്നത്. അപ്പൊ ഞാൻ പ്രവചനത്തിലേക്ക് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി മുഴുവൻ പ്രവചനം, അത് ആ ഒരു 2.5 മണിക്കൂറും പുള്ളി പ്രവചനമാണ്. അപ്പോൾ ചുരുക്കമായി പറഞ്ഞാൽ എന്ത് പ്രവചിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലും വ്യക്തതയില്ല. എന്നാൽ എടുത്ത വചനം ഒരിക്കലും ശുശ്രൂഷിച്ചില്ല. കാരണം ദൈവാത്മാവ് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. വചനത്തിൽ മാറി ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, ആസ്തിത്വമില്ല. ഈ പ്രവാചകനും പ്രസംഗനും അധ്യാപനം ആസ്തിത്വമില്ല. ഈ വചനത്തിൽ മാറി എന്നുള്ള ശുശ്രൂഷയില്ല. അതുകൊണ്ടാണ് പറയാം പ്രവചനം വചനം തന്നെയാണ് എന്ന് പറയുന്നത്. എല്ലാ തിരുവെടുത്തും ദൈവനിശ്വാസ്യമാണ്, മനുഷ്യന് ഇഷ്ടത്താ വന്നതല്ല പ്രവചനം. ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ചിട്ട് അവർ പറയാ, അതിൽ മാറിയുള്ള ശുശ്രൂഷയില്ല. പിന്നെ മുമ്പേ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് പേര് പരിശുദ്ധമ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, പേര് കൃത്യമായിട്ട് പരിശുദ്ധമ പറയും. ഇരട്ടപ്പേര് പറഞ്ഞിട്ടുണ്ട്, മറുപേര് പറഞ്ഞിട്ടുണ്ട്, ട്രീറ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, വയസ്സ് പറഞ്ഞിട്ടുണ്ട്, ജനിക്കുന്നതിന് മുമ്പേ പേര് പറഞ്ഞിട്ടുണ്ട്, ജനിക്കാൻ പോകുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം എല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോശം ഇങ്ങനെയുള്ള ഒരാൾ ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഒരാളെ കുറിച്ചൊക്കെ പറയുന്നത് ബൈബിളിന്റെ പ്രോഫസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൃത്യതയോട്. പക്ഷേ പീറ്ററിന്ന് മാത്രം എറണാകുളത്ത് പോയി പറഞ്ഞാൽ ഒത്തിരി പീറ്ററും, നെയ്യാറ്റിൻകര പോയി പറഞ്ഞാൽ ഒത്തിരി ക്ലമന്റും ജറാളിനും കിട്ടും. അങ്ങനെ പറയുന്ന ഒരു, ഞാൻ പറഞ്ഞല്ലോ 40ന്റെ അളവുള്ള ഷർട്ട് എല്ലാവരും ഇടിക്കുന്ന ഒരു പരിപാടി. വലിയൊരു ക്രൗഡിനോട് മാസ് സൈക്കോളജി, ആൾക്കൂട്ട മനഃശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില പേര്, കോമൺ ഉള്ള ചില പേരുകൾ മാത്രം പറയുക. ജോസ് എന്നോ, ബിനു എന്നോ, അനിതയെന്നോ, സുനിൽ എന്നുള്ള കോമണായ പേര്. ഇപ്പം തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാസ് സൈക്കോളജി പ്രയോജനപ്പെടുത്തുന്ന തട്ടിപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് പൊളിഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും. ആ ജനത്തിന്റെ പൊളി. പിന്നെ സമീപകാലത്ത് ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ശേഖരിക്കുക, അഡ്രസ്സ് ശേഖരിച്ചിട്ട് പറയുക, അങ്ങനെ പറയുന്നവരുണ്ടെന്നുള്ളത്. പക്ഷേ അക്യുറസി ഉണ്ട്. പ്രവചനത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യതയാ. അത് കൃത്യമായിരിക്കണം, അങ്ങോട്ട് മാറത്തില്ല, കൃത്യമായിരിക്കണം. 2, അത് ഒത്തുവരണം. 3, അത് വചനവുമായി ക്ലാഷ് ചെയ്യാൻ പാടില്ല. വചനത്തിന്റെ ഒരു ഡോക്ട്രിനുണ്ട്, മൊറാലിറ്റി ഉണ്ട്. വചനത്തിന്റെ ആ ഡോക്ട്രിനോട്, ആ ദൈവശാസ്ത്രത്തോട് ഒരിക്കലും തർക്കിക്കുന്നതാകരുത്, കലഹിക്കുന്നതാകരുത്. വചനം കോൺട്രാഡിക്ടറി ആകരുത്, കോംപ്ലിമെന്ററി ആയിട്ടാണ് അത് പോകുന്നത്. അങ്ങനെ. പക്ഷേ ഇന്നതല്ല, വചനവുമായിട്ട് ക്ലാഷ് ചെയ്യുന്നു ഈ പ്രവചനം. പിന്നെ ഇങ്ങനെ എന്തോ ജനത്തിന് ഇങ്ങനെ അന്നൊരു ഇൻസ്റ്റന്റ് ഹീലിംഗ് നമ്മൾ പറയല്ലോ, ഇൻസ്റ്റന്റ് കോപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ, തലേ കുറിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ശമ്പളം വർദ്ധിപ്പിക്കാൻ പോവുക, കമ്പനിയിലെ പ്രശ്നം മാറ്റം, ഇത് ആർക്കും പറയാൻ പറ്റുന്ന, ഭാഷയുള്ള ആൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്ന വിഷയമാണ്. ജനറലായി കൃത്യമായി പറയത്തില്ല ആരെയാണ്. പക്ഷെ ബൈബിളിലെ പ്രവചനമെല്ലാം കൃത്യതയാണ്. ക്ഷാമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ, പഴയ നിയമ ക്ഷാമത്തെക്കുറിച്ച്, പ്രവാസത്തെക്കുറിച്ച്. അതിൽ വീണ്ടും ഒരു തർക്കവിഷയം നിലകൊള്ളുന്നു. കാരണം പാസ്റ്റർ പറയുന്നത് പോലെ
അപ്പൊ പ്രവചനം അനുഗ്രഹത്തെ കുറിക്കുന്നു എന്ന് ആണോ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? എങ്ങനെ? പ്രവചനം പ്രവചിക്കുന്നത് അനുഗ്രഹത്തെ കുറിക്കുന്നു എന്ന, അല്ലെങ്കിൽ അനുഗ്രഹം എന്ന ഒരു ഭാഗം പ്രവചനത്തിൽ വരുന്നുണ്ടെന്നാണോ പാസ്റ്റർ അല്ല, പറയുന്നത്? ശുഭകരമായ കാര്യങ്ങളും പ്രവചനത്തിന് അത് പറയും. ശുഭകരമായി പറയുന്നത് ഇപ്പം ശിക്ഷാപ്രഖ്യാപനം കറക്ഷനും പറഞ്ഞിട്ട് നിങ്ങൾ വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടു, നിങ്ങൾ പാപം ചെയ്തു, നിങ്ങൾ വ്യഭിചാരം ചെയ്തു, നിങ്ങൾ കറപ്റ്റഡായി, നിങ്ങൾ ശബത്തിനെ ലംഘിച്ചു, ഈ പാപങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കും, നിങ്ങളെ ഞാൻ ശിക്ഷ വരുത്താൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ ബാബിലോണിലേക്ക് അയക്കാൻ പോവുകയാണ്, പ്രവാസത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്നുള്ള ശുഭകരമായ വചനം എന്നറിയാവോ? 7 വർഷം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. അതെ അതെ. അപ്പൊ അന്നത്തെ ശുഭകരമായ വചനം ആശ്വാസമുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അത് ഒന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് വീണ്ടും ഞാനത് പാസ്റ്റർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ പറഞ്ഞോട്ടെ. അപ്പൊ ഒരു പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭമായ വാർത്ത മാത്രമല്ല, നിന്നിലുള്ള മലിനതയെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതെ അതെ ശുഭകരമല്ലാത്തത് പറഞ്ഞ് നിന്നെ ദൈവം എവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെയാണ് ഒരു പ്രവചനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്, ദൈവം നമ്മൾക്ക് കണ്ടിരിക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്ന ഒരു ഡെത്തിനെ കുറിച്ച് പറഞ്ഞു, മരണത്തെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്, മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രവാസം നല്ല വാക്കല്ലല്ലോ, രാഷ്ട്രീയ അധിനിവേശം അടിമത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് ശുഭകരമായ വാക്ക് എന്ന് പറയുന്നത് ഏറെക്കാലം കഴിഞ്ഞ് ഞാൻ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും, സീനിലേക്ക് ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും, മരണത്തിൽ നിന്ന് പോലും ആയുസ് നീട്ടി നൽകിയ അത് പറയുന്ന അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്യുന്നില്ല ഇന്നത്തെ പ്രവചനം. ഇന്നത്തെ പ്രവചനം പറഞ്ഞാൽ ഒരു യോഗത്തിന് പോയി ഇരുന്ന് അവരുടെ ടെസ്റ്റിമണിയൊക്കെ കേട്ടിട്ട് അവർ പറയുന്ന ആദ്യമേ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സാക്ഷ്യത്തിലുണ്ടെന്ന് പറയുമല്ലോ, അതില്ലേ ഈ പുള്ളി ഇരുന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ നിന്റെ കണ്ണുനീര് മാറ്റും, കുറച്ച് വാക്യങ്ങൾ അങ്ങ് പറയാം. അല്ല പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഇത് അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്ന ദേവദാസന്മാർ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിദേശത്തേക്ക് വന്നത് ഒരല്പം സാമ്പത്തികമായ പ്രതിസന്ധികൾ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങുന്നത്. എന്നിട്ടാണ് പുള്ളി പറയുന്നത് മറ്റേ ഈ ഇരിക്കുന്ന ദൈവമക്കൾക്കുള്ള അനുഗ്രഹത്തെ കുറിച്ച് പുള്ളി പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഞാൻ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധി കാരണമാണ്. പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോ അത് അങ്ങനെ പറയാൻ പ്രാപ്തരായി കഴിഞ്ഞു. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ അവർ പറയുന്നതിനൊരു ഇതുണ്ടായിരുന്നു, എന്നെ ഇന്ന ആള് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു മുഖാന്തരം ദൈവം എനിക്ക് ഒരുക്കി എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വിട്ടിട്ട് ഞാൻ ഇന്നൊരു ആവശ്യത്തിനാണ് വന്നതെന്നുള്ളത് വളരെ ലജ്ജ കൂടാതെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് തുറന്നു പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം തന്നെയാണ് അല്പം കഴിഞ്ഞിട്ട് ഈ ജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രവചിക്കുകയും പറയുകയും തലേ കൈ വെച്ച് ഒക്കെ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു വലിയ ഇതെല്ലാം സത്യസന്ധമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ പുള്ളിയുടെ ക്രൈസിസ് നിങ്ങൾ പറയുന്നത് കുഴപ്പമില്ല. ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് ന്യായമായി വരുന്ന ദേവദാസന്മാർ അനേകരുണ്ട്. അന്നത്തെല്ലാം ആള് സിൻസർ ആണെങ്കിൽ ഇതിലെല്ലാം ഒന്നിനും ഒരു കുഴപ്പമില്ല. എനിക്കൊരു ക്രൈസിസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ സമീപിച്ചാണ് എന്ന് സിൻസറായിട്ട് പറയാം. ഒന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പിന്നെ പ്രവാചകൻ സഫറിംഗ് ഉണ്ടാകില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രവാചകൻ കാരണം പ്രവാചകന്മാർ ഭാര്യ മരിച്ചവരെ, ബൈബിളില് ഭാര്യ മരിച്ചവരെ ചെരുപ്പിടാൻ നടക്കുന്നവരെ, നഗ്നരായി നടക്കുന്നവരെ, ഒരു സൈഡ് മാത്രം ചരിഞ്ഞ് കിടന്നവരെ, പിന്നെ മനുഷ്യമലം തിന്നവരെ, കഷ്ടപ്പെട്ടവരെ, ചെളിക്കൊണ്ട് കിടന്ന പ്രവാചകന് സഫറിംഗ് ഉണ്ട്. അത് അവന് ശുശ്രൂഷ കൊടുക്കുന്ന വിലയാണ്. രണ്ടാമത്തെ ഇവ പറയുന്ന അതാ പറയുക, ഇതിനകത്തെല്ലാം സത്യസന്ധത ഉണ്ടാകണം. അതെ അതെ. അല്ലെ പക്ഷെ എന്നാലും നമ്മളവിടെ ഈ ഒരു കോമൺ ആയിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയൊരു വിശ്വാസിയാണെങ്കിൽ ആ വ്യക്തിയുടെ ചോദ്യമാണ് ഞാനിപ്പോ പാസ്റ്ററിനോട് പറഞ്ഞത്. മനസ്സിലായി. അത് പുതിയതായി കടന്നു വന്നൊരു വിശ്വാസി ചോദിക്കുകയാണ്, സഹോദര, ഈ കടന്നു വന്ന ദേവദാസൻ ഒരു വലിയ പ്രതിസന്ധിയിലായതുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെയാണ് ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അത് നിങ്ങൾക്ക് അതിനുള്ളത് നിങ്ങൾക്ക് ദൈവം കരുതുകയും ദൈവം നിങ്ങളെ നടത്തുകയും അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഈ പറഞ്ഞ കണക്ക് കാക്കയെ കൊണ്ടുവന്ന് പോറ്റും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയ കോൺട്രഡിക്ടറി അല്ലേ? കാരണം പലപ്പോഴും ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്ന ഈ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര കോൺട്രഡിക്ടറി ആയി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ അത് ചിന്തിക്കാനും അത് ശ്രദ്ധിക്കാനും തുടങ്ങുന്നു. അപ്പോൾ എടുത്ത ഒരു പ്രതികരണം എന്ന രീതിയിൽ അവർ പറയുന്നത് ഇതെല്ലാം കബളിപ്പിക്കലാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് പെന്തിക്കോസ്തുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കൽ പ്രസ്ഥാനം എന്നാണ് ഈ പല ആളുകളും അതിനെ മുദ്രയിട്ട്. കാരണം പല പൊതു സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ക്രിസ്ത്യൻ ആണ് അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ, ഞാൻ മിഡിൽ ഈസ്റ്റിൻ്റെതായ ഒരു അനുഭവം പറയുകയാണ്, നമ്മൾ പെന്തിക്കോസ്തുകാരനാണ് എന്ന് പറയുന്ന നിമിഷം ആ വ്യക്തിയുടെ മുഖത്ത്, കാരണം ആ വ്യക്തി പറഞ്ഞ രീതിയിൽ വേറെ ഏതെങ്കിലും ചിലപ്പോ ഹിന്ദു ആകാം, മറ്റേതെങ്കിലും മതസ്ഥനാണെങ്കിൽ കൂടും, ഈ പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മുഖത്തൊരു ചുളിവുണ്ട്. അപ്പോ അത് ഒരു പരിധി വരെ ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ കടന്നുവരവിലും അവരുടെ പ്രവൃത്തികളിലുമാണ് ഒത്തിരി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇപ്പൊ നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളൊക്കെ പെന്തക്കോസ്തിനെ ആകർഷിച്ച ഒത്തിരി ഘടകങ്ങളാണ്. അതെ, ഒത്തിരി നാട്ടിലൊക്കെ
ഒരു നാടൻ പെന്തക്കോസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിപ്പോഴത്തെ പണമുള്ള വലിയ ബിൽഡിങ്ങുള്ള വലിയ സെമിനാറുകളുള്ള യൂണിവേഴ്സിറ്റിയുള്ള കാശുകാരുള്ള പെന്തക്കോസൊന്നുമല്ല. പാവപ്പെട്ടവരായ സാധാരണക്കാരുടെ എവിടെയോ ചായ്പിലും ഉമ്മറങ്ങളിൽ ആരാധിക്കുന്ന ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു പെന്തക്കോസ് ഉണ്ടല്ലോ, പാവപ്പെട്ടവരുടെ. ആ പെന്തക്കോസ് നാട്ടിൽ സ്വീകരിക്കപ്പെട്ടതിന് കാരണം ഒന്ന് ആ മൊറാലിറ്റി ഉണ്ടായിരുന്നു, ജീവിത സാക്ഷ്യം. അവരുടെ ഇടയിൽ കൃപാവരങ്ങൾ അവർ ജ്വലിപ്പിച്ചത്. പിന്നെ പാമ്പ് കടിച്ചവരെയും മഞ്ഞപ്പിത്തം വന്നവരെയും പിടിക്കോളയും തള്ളിയവരെയും ഒക്കെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന ഹീലിംഗ് മിനിസ്ട്രി നടക്കുന്നു, കൃപാവരങ്ങൾ നടക്കുന്നു. അവർ പരസ്പരമുള്ള അവരുടെ സ്നേഹം, ബ്രദർഹുഡ്, ലവ്, ലാളിത്യ ജീവിതം, അവരുടെ പൊതുസീക, ഇതെല്ലാം പെന്തക്കോസ്തിനെ ആകർഷിച്ചതാണ്. അതുകൊണ്ടാണ് വലിയ കാശുകാരും വലിയ പട്ടസഭകളെല്ലാം ഹൈജമ്പേടി ആൾക്കാർ ഈ മാർഗത്തിലേക്ക് വന്നത്. പെന്തക്കോസ്തിനെ ആകർഷിച്ച ആ ഘടകങ്ങൾ ഇപ്പം ഇല്ല. വർത്തമാനകാല സഭയ്ക്ക് കണ്ടംപററി ചർച്ച കൈമാശം വന്നുപോയി. അതുകൊണ്ടാണ് നിങ്ങൾ ആ മുഖം ചുളിച്ചെന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട വാർത്ത ഗുണകരമായ വാർത്തയല്ല. കഴിഞ്ഞ ദിവസം ഒരു സഭയുണ്ടായി. ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം നമ്മുടെ ഈ കേട്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഈ വ്യാജന്മാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. ഒത്തിരി കളകൾ സഭയ്ക്കകത്തുണ്ട്. ഇങ്ങനെ കുറച്ച് ഫാൾസ് ക്രിസ്ത്യൻസ്, ഒറിജിനൽ അല്ലാത്ത കള്ള വിശ്വാസികൾ സഭയ്ക്കകത്ത് സാത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വ്യാജന്മാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി നിമിത്തം ശരിയായ പ്രവചനവും കൃപാവരങ്ങളും പെന്തക്കോസ്തിൻ്റെ തനിമയെല്ലാം ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് സമൂഹം അവജ്ഞയോടും കാണുകയും പുതിയ തലമുറ ഇതിനോട് തന്നെ അകന്നു പോകുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് കറക്ഷൻ അതിനകത്ത് ഉണ്ടാകേണ്ട ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ സമയം വളരെ അധികം. ഒരു കാര്യം കൂടെ പറയണം, പ്രവാചകന്റെ ധാർമ്മികത കൂടെ പറയണം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പം മത്തായി സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യം പ്രോഫറ്റിന്റെ ധാർമ്മികതയെക്കുറിച്ചും പറയുന്നുണ്ട്. അതവൻ്റെ ക്യാരക്ടറാണ്. കാരണം പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, പക്ഷേ ക്യാരക്ടർ ഇല്ലായിരുന്നു. ഫ്രൂട്ട് എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ഗിഫ്റ്റ് എബിലിറ്റിയാണ്. അപ്പം ആ ക്യാരക്ടർ ഇല്ലാത്ത, ധാർമ്മികത കാത്ത് സൂക്ഷിക്കാത്ത, ജീവിതം കാത്ത് സൂക്ഷിക്കാത്ത, മൊറാലിറ്റി കാത്ത് സൂക്ഷിക്കാത്ത പ്രോഫിറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ക്യാരക്ടർ പ്രധാനപ്പെട്ട ഘടകമാണ്. തീർച്ചയായിട്ടും സമയം വളരെ അധികരിച്ചു. ഒരു വിഷയം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അത് വേഗത്തിൽ വളരെ ചുരുക്കമായി നമുക്ക് ചർച്ച ചെയ്യാം. മൂന്നാമത്തെ വിഷയം എനിക്ക് തോന്നുന്നു വളരെ അധികം വിമർശിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ്. ചുരുക്കമായിട്ട് പറയാം. അതെ, ചുരുക്കമായിട്ട് ദേവദാസനെ കുറിച്ച് പറയും. നമുക്കറിയാം, സഭയിൽ ആദിമസഭ നടത്തപ്പെട്ട വിധവും അതെല്ലാം തന്നെ നമുക്ക് ലേഖനങ്ങളിലൂടെ, നമുക്ക് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും വിദേശങ്ങളിൽ, നമ്മുടെ നാട് വിട്ടുള്ള നാട്ടിലെ അവസ്ഥകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സഭയുടെ നടത്തിപ്പ്, അതായത് പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സഭയിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ പൊതുവായി നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി നമ്മളെ തന്നെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സഭയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് കയ്യൂക്കുള്ളവൻ തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ കയ്യൂക്കിന്റെ ബലത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ എല്ലാ പ്രമുഖ സഭകളിലും. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ പിരിവുള്ളത് പെന്തക്കോസ് സഭയിലാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കുവൈറ്റിൽ തന്നെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചുകൾ, ഏറ്റവും കൂടുതൽ ഡിനോമിനേഷൻസ് തന്നെ ഇപ്പോൾ പെന്തക്കോസ്തിനാണുള്ളത്. അപ്പോൾ എല്ലാ സഭകളിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു കമ്മിറ്റി, അപ്പോൾ അതിനൊരു ഞെറുക്കെടുപ്പ്, തീരുമാനങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇപ്പം ഇതിനെക്കുറിച്ച് എന്താണ് വചനം പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സഭ നയിക്കപ്പെടേണ്ടുന്നത്, ഏതു വിധമാണ് സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടുന്നത്, അല്ലെങ്കിൽ ആ ദൈവദാസന് ഉള്ള കാരണം നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ വിഷയം, ദൈവദാസന്മാർ പലപ്പോഴും ഒരു റബ്ബർ സ്റ്റാമ്പിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഒത്തിരി നിസ്സഹായരായി പ്രാർത്ഥിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ആ ദൈവദാസന് പറയാൻ കഴിയാത്ത. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം ആണ് ഒരു ദൈവദാസന്റെ ശുശ്രൂഷ കാലയളവ്. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ നാട്ടിൽ പോകും കേട്ടോ എന്ന് വരെ പറയാൻ മടിക്കാത്തതായിട്ടുള്ള വിരട്ടുകൾ ഇവിടെ വളരെ നമുക്ക്, പ്രത്യേകിച്ച് ഈ ദേവദാസന്മാരെ നമുക്ക് അവസാനത്തെ 2-3 മാസങ്ങളിൽ പല സഭകളിൽ ശുശ്രൂഷിക്കാൻ കടന്നു വരുമ്പോൾ ഈ ദേവദാസന്മാരെ അന്നാണ് ഈ ഉള്ളു തുറക്കുന്നത്. അപ്പൊ ആ അവസരങ്ങളിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സഭ ഏതു വിധം നയിക്കപ്പെടണം, എങ്ങനെയാണ് സഭയുടേതായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണമെന്ന് വചനം അനുശാസിക്കുന്നതിനെ കുറിച്ച് ദേവദാസൻ ചുരുക്കമായി സ്പഷ്ടമായി പറഞ്ഞെങ്കിൽ സമയം കൂടെ നമുക്ക്. നാട്ടിലും അമേരിക്ക, മിഡിൽ ഈസ്റ്റിലും ഒക്കെ പാസ്റ്റർമാരുടെ സ്ഥലമാറ്റ സമയം ആയതുകൊണ്ട് വിവാദമാവും. അതെ,
ഈ സഭാ ഭരണത്തെക്കുറിച്ചും സഭയുടെ നടത്തിപ്പിനെക്കുറിച്ചും ചർച്ച് ഗവൺമെൻറ്റിനെ കുറിച്ച്, അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, ചർച്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ സുചിന്തിതമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷന്മാരുടെ നിയമനം, അവരുടെ പാസ്റ്ററൽ മിനിസ്ട്രി, പാസ്റ്ററൽ കെയറിങ്, ചർച്ച് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തുടക്കം മുതൽ നമ്മുടെ ഇതിൻ്റെ എല്ലാ ഒരു മാതൃക എന്ന് പറയുന്നത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ എന്താണ് മാതൃക കാണിച്ചിട്ടുള്ളത്? ഇതാണ് വിഷയം. നമ്മുടെ ഈ ടോക്കിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത് കണ്ടംപററി ചർച്ച ഏർലി ക്രിസ്ത്യാനിലേക്ക് മടങ്ങി വരണം. ബൈബിളിൽ നിലനിരുന്ന ആരാധനയും ശുശ്രൂഷയും സാക്ഷ്യവും പ്രവചനവും കൃപാവരങ്ങളിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ വിഷയവും. ശുശ്രൂഷകളുടെ നിയമനത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എഫ്.എസ്. ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ, അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് ശുശ്രൂഷകളുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും പാസ്റ്റർമാരായും അതുപോലെ തന്നെ സുവിശേഷകന്മാരായും പ്രവാചകന്മാരായും അപ്പോസ്തലന്മാരായിട്ടും നിയമിച്ചിരിക്കുന്നു. അപ്പോയിൻമെൻറ്റ് നിയമനം നടത്തുന്ന ദൈവമാണ്. വാസ്തവത്തിൽ നിയമനമാണ് ദൈവമാണ് നടത്തുന്നത്. അത് എഫ്.എസ്. ലേഖനത്തിലും 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്ത്യോക്യ സഭ പൗലോസിനെ ബർണ്ണബാസിനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പിന്ന് പരിശുദ്ധമാവ് പറഞ്ഞു. കമ്മീഷനിങ് ഓർഡൈൻ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധമാവ് ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയോട് പറയുക ഇവരെ വേർതിരിക്കാൻ. ഹോളി സ്പിരിറ്റാണ്. അപ്പൊ പരിശുദ്ധമാവായിരുന്നു സഭയെ നിയന്ത്രിച്ചത്. പരിശുദ്ധമാണ്. അതാണ് ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതാ ദൈവരാജ്യം എന്ന് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ ഭരണത്തെയാണ്. യേശുക്രിസ്തുവിന്റെ രാജത്വം അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം വാഴുന്നു എന്ന ആശയമാണ്. ദൈവം ഭരിക്കുന്നു. അതാ തിയോക്രസി, ദൈവാധിപത്യ ഭരണം. പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ശൗമേര് വേണ്ട, ഞങ്ങൾക്ക് ശൗല് വേണമെന്ന് പറഞ്ഞ് തിയോക്രസിയെ ഡിനേ ചെയ്യായത്. എങ്കിലും ദൈവം അങ്ങ് അംഗീകരിച്ചു. അഭിഷക്തരായ രാജാക്കന്മാർ വന്നപ്പോൾ നല്ല രാജഭരണം ഉണ്ടായി. ദുഷ്ടന്മാർ വന്നപ്പോൾ രാജഭരണം വഴിതെറ്റി. രാജഭരണം തിയോക്രസിക്ക് എതിരാണെന്ന് ജനം പറയാൻ കാരണം അതാ, ദുഷ്ടന്മാർ ജനത്തെ ഭരിച്ചപ്പോഴാണ്. ആ ഒരു പോർഷൻ എടുത്തിട്ട് അതിനെ വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡെമോക്രസി. അതെ, തീർച്ചയായിട്ടും ഡെമോക്രസി. കാരണം അവർ പറയുന്നത് ഇതാണ് കാരണം. അന്ന് ദൈവം അത് അംഗീകരിച്ചിരുന്നു, വ്യവസ്ഥ അംഗീകരിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ. അല്ല, അത് ശരിയാ. അല്ല, അതൊരു പകുതി ശരിയുണ്ട്. ദൈവം വ്യവസ്ഥ അംഗീകരിച്ചിരുന്നു, വ്യവസ്ഥയെ അംഗീകരിച്ചിരുന്നു. പക്ഷേ പിന്നെ ഡെമോക്രസിയിലും അഭിഷിക്തന്മാരാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഈ സംവിധാനം നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് കാശുള്ളവനും പണമുള്ളവനും കയ്യൂക്കുകാരനും ഫാമിലി ഡൈനാസിറ്റി എല്ലാം കയറി വന്ന് സാധാരണക്കാരൻ തഴയപ്പെടും. ആത്മീയനും മെറിറ്റ് വിഷയമല്ല. അതുകൊണ്ടല്ലയോ നമ്മുടെ നാട്ടിൽ പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും മെറിറ്റ് വിഷയമല്ല. കാരണം പണം കൊടുത്തും കൈക്കൂലി കൊടുത്തും കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഇലക്ഷൻ ആണ് അവരുടെ വീട്ടുകാർ കൂടുതൽ ആ വാർഡ് ജയിക്കും. ഫാമിലി ഡൈനാസ്റ്റി ഘടക വീട് നോക്കിയാ കൊടുക്കുന്നത്, ഇടവക നോക്കിയാ കൊടുക്കുന്നത്. അപ്പൊ അത് ജനാധിപത്യത്തിന്റെ ഒരു ദൗർബല്യമാണ്. പക്ഷേ എല്ലാവരും അധികാരത്തിൽ വരുന്നവരെല്ലാവരും അഭിഷിക്തരാണെങ്കിൽ വ്യവസ്ഥ കൊള്ളാം. രാജവ്യവസ്ഥ അംഗീകരിക്കാൻ കാരണം അഭിഷിക്തന്മാരായ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ ഭരണം നല്ലതായിരുന്നു. പക്ഷെ ദുഷ്ടന്മാർ ഭരിച്ചപ്പോൾ ഈ വ്യവസ്ഥ, അതുകൊണ്ടാണ് തിയോക്രസിക്ക് എതിരായിട്ട് രാജവ്യവസ്ഥ വ്യാഖ്യാനിക്കപ്പെട്ടത്. ഡെമോക്രസി നല്ലത്, എല്ലാവരും അഭിഷിക്തനായാൽ നല്ലതാ. ഇതാണ് സ്പിരിച്വൽ ഡെമോക്രസി എന്നൊക്കെ പറയാം. പക്ഷേ ദൈവം ഭരിക്കുന്ന ഒരു ആശയം വരുന്നവർക്ക് ഉണ്ടായിരുന്നത്. യഹോശാഫാത്തും യോശിയാവും യെഹിസ്കിയാവും ഒക്കെ ഭരിച്ചപ്പോഴങ്ങനെ ദൈവം നേരിട്ട് ഭരിക്കുകയായിരുന്നു അവരിലൂടെ. അതുകൊണ്ട് ആ വ്യവസ്ഥ നല്ലതായിരുന്നു. നമുക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു വാക്യം ന്യായാധിപരുടെ പുസ്തകമുണ്ട്. വന്ന് ഗിദെയോനോട് പറയുന്നുണ്ട്, 8-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം, നിനക്ക് ശേഷം നീയും അവൻ്റെ മകനും ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അവിടെ ഗിദെയോൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകത്തില്ല, എൻ്റെ മകനും രാജാവാകത്തില്ല, യഹോവയാണ് ഞങ്ങളുടെ രാജാവ്. ഏതാ? അവൻ്റെ മക്കളും കൊച്ചുമക്കളും മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. കുടുംബം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഫാമിലി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഞാനത് പറയുന്നത്. മനസ്സിലെ, ഞാനും എൻ്റെ മകനും രാജാവ്, യഹോവയാണ് നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അപ്പം ദൈവം ഭരിക്കുന്നു എന്നുള്ള ആശയമാണ് തിയോക്രസി, കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് സഭ. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുന്ന സഭയിലൂടെയാണ് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ആത്മീയമായ അവസ്ഥ സഭയാണ്. ദൈവം ഭരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവമാണ് ചർച്ചിൻ്റെ ഗവേണൻസ്.
ചർച്ചിന്റെ ഗവേണൻസ് നടത്തേണ്ട ഹോളി സ്പിരിറ്റ് ആണെന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് കൗൺസിലാണ്, ദൈവസഭയുടെ ആദ്യത്തെ കൗൺസിലാണ്, ജെറുസലേം കൗൺസിലാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നിയിരിക്കുന്നു. അവിടെ ഭാരതം മുതൽ സഭയ്ക്കകത്ത് ജാതികൾ വന്നു, വിവിധ സാംസ്കാരിക വിഭാഗങ്ങൾ വന്നു, വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ സഭയ്ക്കകത്ത് വന്നപ്പോൾ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഒക്കെ സഭയ്ക്കകത്ത് ഉണ്ടായി. ഹെലനിസ്റ്റിക് ജൂ വന്നു, നേറ്റീവ് ജ്യൂസ് വന്നു, പ്രോസ്ലൈറ്റ് ജ്യൂസ് വന്നു, ജാതികൾ വന്നു, വിവിധ ഗ്രൂപ്പുകൾ സഭയ്ക്കകത്ത് വന്നപ്പോൾ ഒരു സാംസ്കാരിക സംഘർഷമൊക്കെ ഉണ്ടായി. പക്ഷെ ഇതിനെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കൗൺസിൽ ഭക്ഷണ നിയമങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ചർച്ച അജണ്ട വെച്ച് സംസാരിക്കുകയാണ്. പക്ഷേ അവർക്ക് അധികം ഭാരം ചുമത്തരുത്, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ഒരുപോലെ തോന്നി. സഭയുടെ ബോർഡിനും കൗൺസിലിനും കമ്മിറ്റിക്കും തോന്നുന്നത് ഹോളി സ്പിരിറ്റിനും തോന്നാം. സഭയെ തീരുമാനം എടുക്കേണ്ട കൗൺസിലല്ല, സഭയെ തീരുമാനം എടുക്കേണ്ട കമ്മിറ്റിയല്ല, സഭയെ തീരുമാനം എടുക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ജോലിയാണ് തിയോക്രാറ്റിക് പ്രസ്ബിറ്ററിയുടെ ശുശ്രൂഷ അഭിഷിക്തരായ മൂപ്പന്മാരുടെ സംഘത്തിന്റെ ബോർഡാകട്ടെ, കൗൺസിലാകട്ടെ, കമ്മിറ്റി ആകട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ആ പദപ്രയോഗത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞു അഭിഷിക്തരായ മൂപ്പന്മാരുടെ സംഘം. അതായത് ഇൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു ഡിഫൈൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തന്മാരായ മൂപ്പന്മാരുടെ സംഘം. അപ്പൊ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയാണ് വചനം നമ്മളെ അനുശാസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്നത് അഭിഷിക്തന്മാരായിരിക്കണം. അങ്ങനെയാണ് വേണ്ട. 6-ാം അധ്യായത്തിൽ വെറും മേശമേ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ലൈറ്റ് കൗൺസിൽ ഒരു ലൈറ്റ് കൗൺസിലുണ്ട്, ഒരു ലേമാമാരുടെ ശുശ്രൂഷ, അവരെ അവിടെ ക്വാളിറ്റി തന്നെ കണ്ടോ? അതെ, വെറും മേശമേ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തവരുടെ ക്വാളിറ്റി കണ്ടോ? ആത്മനിറവ്, സാക്ഷിയുള്ളവര്, സ്വീകാര്യതയുള്ളവര്, നോളജ് ഉള്ള, ജ്ഞാനമുള്ളവര്. ആദ്യത്തെ രക്തസാക്ഷിയായത് ഈ 7 ഒരാളാ, സ്റ്റീഫൻ. അതൊരു ഫിലിപ്പ് ഈ 7 ഒരാളാണ്. ഇവർക്ക് ഇത്രയും ക്വാളിറ്റിയാണ് പ്രസ്ബിറ്റർമാരുടെ കാര്യം പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത്രയും ക്വാളിറ്റി ഉള്ളവരാണ് വരേണ്ടത്. ഇപ്പം നമ്മുടെ എന്റെ ഒരു ചോദ്യം പറഞ്ഞേ, അപ്പോ ഈ ക്വാളിറ്റിയെ നിർവചിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ക്വാളിഫൈഡ് ആണ് എന്ന് നിർവചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരുടെ ഉത്തരവാദിത്വമാണ്? അല്ലെങ്കിൽ അത് ആർക്കാണ് ആ ഒരു ഡോമിനൻസി ഉള്ളത്? ആരാണത്? എന്നറിയത് അപ്പൊ ലീഡർഷിപ്പിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനത്തിന്റെ ഇടയിൽ നല്ല എടുക്കുന്നത്. അതെ, നേതാക്കന്മാരിക്കാനാണെങ്കിൽ ജനം ഓർക്കണം എന്തായിരിക്കും. അതെ, കാരണം അഭിഷിക്തന്മാർ സംഘത്തിൽ നിന്നാണ് ഇവർ എടുക്കുന്നത്. അപ്പം ജനം അത്ര കറക്റ്റഡാന്ന് ഓർത്തോണം. ഇപ്പം ക്വാളിറ്റി ഇല്ലാത്തവരും, ആത്മനിറവില്ലാത്തവരും, സാക്ഷ്യമില്ലാത്തവരും, നോളജ് ഇല്ലാത്തവരും വരുന്നതിന്റെ അർത്ഥം അത്ര കറപ്റ്റഡായ ഒരു ജനറൽ ബോഡിയാണത്. അത്രയും കറപ്റ്റഡായ ഒരു സൊസൈറ്റി. എന്താണ് ഒരു പോം വഴി? അത് പറയാം. അപ്പൊ അത് മനസ്സിലായോ? അപ്പൊ പരിശുദ്ധമാവിന് തോന്നണം. പരിശുദ്ധമാവിന് തോന്നുന്ന കാര്യങ്ങളാണോ സഭ ചെയ്യുന്നത്? നമ്മൾ തീരുമാനം എടുത്തിട്ട് അങ്ങ് പറയുക, പരിശുദ്ധമാവിന് ഞങ്ങൾക്ക് ഒരുപോലെ തോന്നി. വേറെ റഫറൻസ് പറയാം, 5-ാം അധ്യായം 32-ാം വാക്യ അപ്പോസ്തല പ്രവൃത്തി, അതിന് ഞങ്ങളും പരിശുദ്ധമാവും സാക്ഷികളാകുന്നു. ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. 5:32. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 4-ാം വാക്യത്തിൽ സഭയ്ക്കകത്ത് ഇമ്മോറാലിറ്റി പ്രാക്ടീസ് ചെയ്തതിനെതിരെ ഒരു നടപടി ഉണ്ടല്ലോ, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവും നിങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഡിസ്ഫെലോഷിപ്പ് ചെയ്യാൻ അവനെ പറയുന്നുണ്ട്. 3 പേരോട്, എൻ്റെ ആത്മാവ് അപ്പോസ്തോലികമായ അംഗീകാരം, കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അംഗീകാരം, നിങ്ങളുടെ ആത്മാവ് പൊതുസഭയുടെ അംഗീകാരം. അങ്ങനെയാണോ ഇപ്പോൾ തീരുമാനം എടുക്കുന്നത്? അതിന് അപ്പോസ്തോലികമായ കൺസെന്റ് ഉണ്ടോ? ദൈവത്തിന് അംഗീകാരമുണ്ടോ? അങ്ങനെയാണ് നടപടിക്രമം സഭയ്ക്കകത്ത്. ശിക്ഷാ നടപടിക്രമം പോലും അങ്ങനെയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് ട്രൈയൂൺ ഗോഡ് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിന് തോന്നണം. പരിശുദ്ധാത്മാവിന് തോന്നുന്നതേ കമ്മിറ്റിക്ക് തോന്നാവൂ. അതല്ല നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മിറ്റിക്ക് ആ വാക്യം പറയുന്നത് തിയോക്രാറ്റിക് പ്രസ്ബിറ്ററി, അഭിഷിക്തരായ മൂപ്പന്മാരുടെ സംഘം. കമ്മിറ്റി ആയിട്ട് അന്നിരിക്കുന്ന മൊത്തം നോളജും ആത്മനിറവും അഭിഷേകവും അഭിഷിക്തരായ ആ ടീമിന് തോന്നും. കാരണം പരിശുദ്ധമാരോട് പറയും. അങ്ങനെ ചെയ്യുന്ന അവിടെയാണ് ഈ ലോട്ട് സിസ്റ്റത്തിന്റെയും വോട്ടിംഗ് സിസ്റ്റത്തിന്റെയും ഒരു പ്രശ്നം വരുന്നത്. വാസ് ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്നറിയാം, ദർശനമുള്ള ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. ഇതൊക്കെ ഇവിടെ ഇത് ഓട്ടാണെങ്കിലും ലോട്ടാണെങ്കിലും, ലോട്ട് ഒരിടത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ അപ്പോസ്തലപ്രവൃത്തി ലേഖനങ്ങളിലൊന്നും അത് ആ പ്രാക്ടീസ് നമ്മൾ കാണുന്നില്ല. അല്ല, അത് ഒരു അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് ആണോ പക്ഷെ അത് പറയുന്നത്? ഒരു ലോട്ടിന്റെ ഒരു കാരണം അതിനിങ്ങനെ പിന്നീട് സമ്പാദിക്കുന്നുണ്ട്. കാരണം
12ാമത്തെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്ത വ്യക്തിയെ കുറിച്ച് പിന്നെങ്കും ഇല്ലില്ല. അതാ പറഞ്ഞത്, പിന്നീട് പൗലോസിനെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പം പിന്നെ മത്യാസിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായി. അത് പിന്നീട് സഭചരിത്രത്തിലോ അപ്പോസ്തല പ്രവൃത്തിയിലോ ലേഖനങ്ങളിലൊന്നും അതിന്റെ സാധൂകരണം കാണുന്നില്ല, സാധൂകരിക്കുന്നില്ല. പൗലോസ് ഉൾപ്പെടെ സാധൂകരിക്കുന്നില്ല. ദർശനമില്ലാത്ത പ്രവാചകൻ ശൗമേല പറഞ്ഞത്, ഇതാ നിങ്ങളുടെ രാജാവ് ശൗല്, ഇതാ നിങ്ങളുടെ രാജാവ്. ശൗമേല പറഞ്ഞത് ഈശായുടെ മകൻ ഇതാ നിങ്ങളുടെ രാജാവ്. ദർശനമുള്ള ഒരു പ്രവാചകൻ വരാത്തടത്തോളം കാലം ഇത് നടക്കും. ഒറിജിനൽ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ പാസ്റ്റർ ഇന്നാളാണ്, നാളെ മുതൽ നിങ്ങളുടെ നേതാവ് ഇന്നാളാണ് എന്ന് പറയാൻ ദർശനമുള്ള ഒരു പ്രവാചകന്റെ അഭാവമാണ് ഈ എല്ലാ തരത്തിലുള്ള മര്യാദയുടെ സീമകളിൽ ലംഘിക്കുന്ന വൃത്തികെട്ട ഈ സിസ്റ്റത്തിലേക്ക് പോകാൻ കാരണം. അത് മാത്രമല്ല, എന്തെല്ലാം അഴിമതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിൻ്റെ പിന്നെ നടക്കുന്ന ലോബിങ്, പൊളിറ്റിക്സ്, ഫാമിലി ഡൈനാസ്റ്റി ഭയങ്കര. ചെങ്ങന്നൂരുകാരെ കൂടുതലെങ്കിൽ ചെങ്ങന്നൂരുകാർ ഒരു തീരുമാനം അങ്ങ് എടുക്കും. ഞാൻ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെങ്ങന്നൂർ അങ്ങ് പറയുക, വേറെ പറഞ്ഞാൽ നാട്ടിൽ ചെന്ന പ്രശ്നമാണ്. അപ്പം കൂടുതൽ ചെങ്ങന്നൂരുകാർ തീരുമാനിക്കുന്ന കാര്യം മാത്രം, കാരണം അവരാ കൂടുതൽ. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരും തന്നെ നിഷേധിക്കത്തില്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഒരു ദേവദാസനെ കൊണ്ടുവരണമെങ്കിൽ ആ ദേവദാസന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, കാരണം ഇവിടുന്ന് ഇപ്പോൾ ഒരു വലിയ ഒരു ലിസ്റ്റാണ് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ ചർച്ചുകളിലും ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്, ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഇന്ന ക്വാളിഫിക്കേഷൻ ആയിരുന്നു, ഇത്ര വർഷം വേണം, ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം എന്നൊക്കെ ഒരു വലിയ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് കുറെ ആളുകളെ എടുത്തിട്ട് പിന്നെ ഇവരുടേതായ ഒരു ഫിൽട്രേഷൻ ഉണ്ട്. അപ്പോ ഇതൊക്കെ എത്രത്തോളം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ദൈവവചനത്തിന് ഇത് ന്യായീകരിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ വിഷയം, പിന്നെ ഇവർക്ക് ദൈവാലോചന പ്രകാരം ശുശ്രൂഷിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. അതും ദൈവാലോചന പ്രകാരം ശുശ്രൂഷിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം, ഫുൾ ഫ്രീഡം അവർക്ക് കൊടുക്കണം. കാരണം പരിശുദ്ധമാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന സഭയായി മാറണം. പരിശുദ്ധമൻ ആലോചന പ്രകാരം ആൾ ശുശ്രൂഷിക്കട്ടെ, അദ്ദേഹത്തിന്റെ ടൈം ശുശ്രൂഷിക്കട്ടെ. അല്ലാതെ അദ്ദേഹത്തിന് നമ്മൾ പ്രസംഗം എഴുതി കൊടുക്കുകയും അദ്ദേഹത്തിന് നമ്മൾ റിമോട്ട് കൺട്രോൾ ഭരണം, ബാക്ക് സീറ്റ് ഡ്രൈവിങ് അത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളവരെ പിന്മാതിലൂടെ, നമുക്ക് ഇഷ്ടദേവന്മാരെ പിന്മാതിലൂടെ പ്രതിഷ്ഠിക്കുന്ന ബാക്ക് ഡോർ അപ്പോയിൻമെന്റ്. പിന്നെ നാട്ടിൽ എനിക്കറിയാം, പിന്നെ ഞാൻ എല്ലാ ചർച്ച ലീഡർഷിപ്പായിട്ട് ഇച്ചിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇടനാഴികളിലെ പല കാര്യങ്ങളും അറിയാം. നാട്ടിൽ ഇതുമായി നടത്തുന്ന ലോബിങ്, പൊളിറ്റിക്സ്, ഇതൊന്നും ബിബ്ലിക്കലല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദർശനമുള്ളൊരു പ്രവാചകൻ എന്ന് വരുന്നു അന്ന് ആ പ്രവാചകൻ പറയും നിങ്ങളുടെ പാസ്റ്റർ ഇന്ന ആളാണ്, നിങ്ങളുടെ നേതാവ് ഇന്ന ആളാണെന്ന് പറയും. അതില്ലാത്തടത്തോളം കാലം ലോട്ടിൻ്റെയും വോട്ടിങ്ങിൻ്റെയും പേരിൽ ഈ ക്രമവിരുദ്ധമായ കാര്യങ്ങളും അതിൻ്റെ പേരിൽ നടത്തുന്ന വ്യാപകമായ അഴിമതിയും പണ ചെലവും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ റെമഡി, ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പരിഹാരം എന്ന് പറയുന്നത് ബാക്ക് ടു ബൈബിളിലേക്ക് മടങ്ങി വരിക, ഏർലി ക്രിസ്ത്യാനിറ്റിയുടെ പ്രാക്ടീസിലേക്ക് മടങ്ങി വരിക, വർത്തമാനകാല സഭ ആദിമസഭയുടെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് മടങ്ങി വരിക. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സഭ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഇടം നമ്മുടെ സഭകളിൽ ഉണ്ടായാൽ പരിശുദ്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു നമുക്ക് കർത്തദാസനുമായി നമുക്ക് ലഭിച്ചത്. കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയുന്നു, പെന്തിക്കോസ്റ്റൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൂട്ടമായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിധം നമ്മുടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നിത്യതയിൽ ചേർക്കപ്പെടുന്ന ഒരു കൂട്ടമായി നമ്മെ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയൂ. അപ്പോൾ വചനത്തിന് അടിസ്ഥാനപ്പെട്ട്, വചനത്തിൽ വേരുറച്ചുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആ ട്രിനിറ്റിയിലേക്ക് നമ്മളെ ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കുന്നത് പോലെ നമ്മളായിത്തീരുവാൻ തക്ക രീതിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാതെ മാനുഷികമായ ബുദ്ധിക്കും നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നമ്മുടെ സഭകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ തിരിക്കാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ 3 വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്തു. പ്രഥമമായും ആരാധന അല്ലെങ്കിൽ വർഷിപ്പ് ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു വചനപ്രകാരമുള്ള ഒരു വെളിപ്പാടിനായി നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആനുകാലികമായി ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ കടന്നു വരുന്ന പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാതെ പ്രവചിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാനിടയായി. മൂന്നാമതായി സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സഭയുടെ ഭരണവും
അല്ലെങ്കിൽ ഒരു കർത്തൃദാസന് ലഭിക്കേണ്ടുന്നതായ അല്ലെങ്കിൽ ആ നടത്തിപ്പിൻ്റെതായ സ്വാതന്ത്ര്യം മറ്റു കാര്യങ്ങളില്ലാതെ പോകുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇത്രയും ചുരുക്കത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. പറയുകയാണെങ്കിൽ ഇനിയും അനേക മണിക്കൂറുകൾ അത് മുന്നോട്ട് പോകും. എന്നാലും ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടും ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോ ദിവസവും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രവൃത്തിപഥത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന പ്രത്യേകാൽ ക്രൈസ്തവ എഴുത്തുപുരയിലൂടെയും മിഡിൽ ഈസ്റ്റിലൂടെയും ഹെവൻലി ഹാബ്സിലൂടെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം തൻ്റെ തിരക്കേറിയ ഇവിടുത്തെ ശുശ്രൂഷ താൻ കടന്നു വന്നു. വളരെ തിരക്കേറിയ മീറ്റിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. ബൈബിൾ സ്റ്റഡിയൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്തദാസിന്റെ ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി താൻ ചെലവഴിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ പ്രേക്ഷകരുടെ പേരിലും കർത്താവിന് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി.